നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതീവ സുരക്ഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന 10-ാം ബ്ലോക്കിൽ നിന്നും പ്രമാദമായ സൗമ്യ വധക്കേസിൽ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട കൊടും കുറ്റവാളി ഒറ്റക്കയ്യൻ ചാർലി തോമസ് ഏകദേശം 1 മാസത്തെ ആസൂത്രണത്തിന് ശേഷം സെല്ലിൻ്റെ കമ്പി മുറിച്ച് തുണി വടമാക്കി പുറത്തേക്ക് ചാടുന്നു. പുലർച്ചെ 4:15-നും 6:30-ക്കുമിടയിൽ ജയിൽ ചാടിയ ചാർലിയെ ദൃശ്യമാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും സത്വര ഇടപെടലിനെ തുടർന്ന് 10:30-യോടെ പോലീസ് തളാപ്പിൽ നിന്നും പിടികൂടി. ചാർലി ജയിൽ ചാടിയതാണോ അതോ ചാടിച്ചതാണോ എന്നാണ് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പിൻ്റെ വിശിഷ്യ ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി. നിലവിലുള്ള സംവിധാനത്തിൻ്റെ പരാജയത്തിലേക്ക് വഴിവെച്ചതെന്താണ്? നമുക്ക് നോക്കാം. BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്, ഇടതുമുന്നണി നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, റിട്ടയേർഡ് പോലീസ് ഓഫീസർ RK കൃഷ്ണകുമാർ, അഭിഭാഷകനായ K പ്രമോദ് എന്നിവ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ രഞ്ജിത്ത്, കണ്ണൂർ സെൻട്രൽ ജയിൽ CPMകാരുടെ സെക്കൻഡ് ഹോമാണ്. പാർട്ടിയുടെ സെൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട കുപ്രസിദ്ധ ക്രിമിനലുകളായ CPMകാർ അവിടെ കിടക്കുന്നുണ്ട്. തടവറ അവർക്ക് സ്വർഗമാണ്. മദ്യവും ലഹരിയുമെല്ലാം അവർക്ക് സുലഭമായി കിട്ടും. ആവശ്യത്തിന് പരോൾ. CPM തടവുകാർ അർമാദിക്കുന്ന ജയിലിൽ നിന്നാണ് ഒരു കൊടും കുറ്റവാളി കൂളായി ഇറങ്ങിപ്പോയത്. ഡ്യൂട്ടിയിലുള്ള പാറാവുകാർ അറിയാതെ തടവറ ഭേദിച്ച് ഒരംഗപരിമിതന് ഇറങ്ങിപ്പോകാമെന്നിരിക്കെ അത്യാവശ്യത്തിന് ആരോഗ്യമുള്ള ഏത് കുറ്റവാളിക്കും ജയിൽ ചാടാമല്ലോ. ജയിൽ ചാട്ടത്തിന് അത്രമാത്രം അനുയോജ്യമായ ഒരു സാഹചര്യമല്ലേ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ളത്? ഒന്ന്, കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് CPM ക്രിമിനലുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജയിൽ റിസോർട്ട് എന്നാണ് അവർ പറയാറ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ CPM തടവുകാർക്ക് കിട്ടാത്ത ഒന്നും തന്നെ ഇല്ല. മദ്യം കിട്ടാറുണ്ട്, അതുപോലെ തന്നെ കഞ്ചാവ് കിട്ടാറുണ്ട്, അതുപോലെ തന്നെ ലഹരി മരുന്നുകൾ കിട്ടാറുണ്ട്. അങ്ങനെ എല്ലാം സുലഭമായി കിട്ടുന്ന ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. CPMൻ്റെ ഏറ്റവും വലിയ കൊടും ക്രിമിനലുകളായ ആളുകളെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ജയിലുകളിലാണ്. ഇവിടെ നിന്നാണ് ഈ ചാർലി തോമസ് എന്ന് പറയുന്ന ഗോവിന്ദചാമി ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ജയിൽ ചാടിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ണൂർ സെൻട്രൽ ജയിൽ 10-ാം ബ്ലോക്ക് എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള ഒരു ബ്ലോക്കാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയ തടവുകാരെയൊക്കെ തന്നെ പാർപ്പിക്കുന്ന സ്ഥലമല്ല ഈ 10-ാം ബ്ലോക്ക്. ആ 10-ാം ബ്ലോക്കിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, അതുപോലെ തന്നെ വളരെ ഗുരുതരമായ സൈക്കോ ആയ ആളുകളെ താമസിപ്പിക്കുന്ന, അത്രയും ഗുരുതരമായ ആളുകളെ താമസിപ്പിക്കുന്ന ഒരു ബ്ലോക്കാണ് ഈ 10-ാം ബ്ലോക്ക്. ആ ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഇടത് കൈ ഇല്ലാത്ത, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇടത് കൈ ഇല്ലാത്ത ഒരാളാണ് ഗോവിന്ദചാമി. ഈ ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന് ജയിൽ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വലിയൊരു ദുരൂഹത ബാക്കി കിടക്കുകയാണ്. പോലീസിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏജൻസികളുടെ വളരെ ഗൗരവമായ അന്വേഷണങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ നടത്തേണ്ടിയിരിക്കുകയാണ്. കാരണം ഗോവിന്ദചാമി പറയുന്ന ഈ ചാർലി തോമസ് ജയിൽ ചാടിയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ജയിലധികൃതർ പറഞ്ഞിരിക്കുന്ന വിശദീകരണം. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? അതായത് ഗോവിന്ദചാമി മാസങ്ങളോളം ഈ ഒരു കമ്പി മുറിച്ചുകൊണ്ട് പുറത്ത് കിടന്നു എന്നാണ് പറയുന്നത്. ആ കമ്പി മുറിക്കുന്നതിന് വേണ്ടി ഉപ്പ് ഇട്ടു, കമ്പി ദ്രവിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഉപ്പിട്ടിട്ട് അതിന് ശേഷം ആ കമ്പി മുറിച്ചു പുറത്ത് കിടന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും എങ്ങനെയാണ് ഈ പറയുന്ന ഗോവിന്ദചാമിക്ക് പുറത്ത് ഇറങ്ങാൻ സാധിച്ചിരിക്കുന്നത്? മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഇറങ്ങാൻ സാധിക്കില്ല. നമ്മുടെ സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിലിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം 10 മീറ്ററോളം ഉയരത്തിലുള്ള ഹൈറ്റാണ്.
ഈ ഹൈറ്റ് ചാടിക്കടന്ന് അദ്ദേഹം ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ക്രിമിനൽ താഴെ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ഇതിൽ ഒരുപാട് ദുരൂഹതകൾ അടക്കിയാണ്. ഇന്ന് ജയിലധികൃതർ പുറത്തു വിട്ടിരിക്കുന്ന ചിത്രം എന്താ? ഈ പറയുന്ന ചാർലി തോമസിൻ്റെ ചിത്രം പുറത്തു വിട്ടിരിക്കുന്നത് പഴയൊരു ചിത്രമാണ്. നിലവിൽ ഈ പറയുന്ന ഗോവിന്ദചാമിയുടെ ചിത്രം നമ്മളെല്ലാവരും ഇന്ന് കണ്ടു. താടി വെച്ചിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, ശരീരമൊക്കെ ഉണങ്ങി ഒരു വളരെ മെലിഞ്ഞ ഒരു ശരീരപ്രകൃതക്കാരനായിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. പക്ഷേ ജയിലധികൃതർ ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ചിത്രം, ആ ചിത്രം പഴയ ചിത്രമാണ്. അതായത് ഒരു കാരണവശാലും ഗോവിന്ദചാമി ജയിൽ ചാടി കഴിഞ്ഞാലും തിരിച്ചറിയാൻ പാടില്ല എന്നായിരിക്കാം ജയിലധികൃതർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അങ്ങനെ തിരിച്ചറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ലൈവായുള്ള ഒരു ചിത്രമാണ് പുറത്തു വിടേണ്ടതിരുന്നത്. പക്ഷെ അത് പുറത്തു വിട്ടത് പഴയ ചിത്രമാണ്. ഇന്നിപ്പോൾ ഈ ഗോവിന്ദചാമിയെ, ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പിടിക്കപ്പെട്ടു, മണിക്കൂറുകൾ കൊണ്ട് പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ഈ LDF സർക്കാരിൻ്റെ കുഴലൂത്തുകാരൊക്കെ തന്നെ വലിയ സന്തോഷത്തിൽ പറയും പിടിക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, പോലീസിൻ്റെ ക്രെഡിറ്റ് ആണോ പിടിക്കപ്പെട്ടതിൽ? ഈ ഗോവിന്ദചാമിയെ പിടിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുമാണ്. മാധ്യമങ്ങൾ ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ള വാർത്ത ആ സമയം തന്നെ പുറത്തുവിടുകയും ആ സമയത്തോട് ജനങ്ങൾ ബോധവാന്മാരായി. തളാപ്പ് ഏരിയയിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടിക്കപ്പെടുന്നത്. ആ ഗോവിന്ദചാമി ഇങ്ങനെ ജയിൽ ചാടി എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത്, TV ചാനലിലൂടെ വന്ന സമയത്ത് നമ്മൾ അമ്മമാരടക്കമുള്ള സഹോദരിമാരടക്കമുള്ള ആളുകൾ ഈ ഗോവിന്ദചാമിയെ കണ്ട് ബഹളം വെച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഗോവിന്ദചാമി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന ഈ ഭീകരൻ സത്യത്തിൽ ഈ 30 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സെൻട്രൽ ജയിലിൽ നിന്ന് 30 മീറ്റർ മാത്രമേ ഉള്ളൂ നാഷണൽ ഹൈവേക്ക്. ഈ നാഷണൽ ഹൈവേയിൽ ഓടുന്ന ഏതെങ്കിലും ഒരു ലോറിക്ക് കൈ നീട്ടി ഗോവിന്ദചാമി ആ ലോറിയിൽ അവൻ്റെ കയറാൻ സാധിക്കുകയാണെങ്കിൽ ഗോവിന്ദചാമിയുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ കേരള പോലീസിന് സാധിക്കുമായിരുന്നില്ല. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഈ ജനങ്ങളുടെ ഭാഗ്യം, ഈ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചോളം അവരുടെ സുരക്ഷയെ ബാധിക്കുന്നൊരു വലിയൊരു പ്രശ്നമാണ് ഈ ഗോവിന്ദചാമി. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഈ ഗോവിന്ദചാമി പിടിക്കപ്പെട്ടത്. നിങ്ങൾ നോക്കുന്നത് 1 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ബസ് സ്റ്റാൻഡായി, 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനായി. സത്യത്തിൽ ഈ കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്കോ അല്ലെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദചാമിയെ പിടിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. പക്ഷേ ജനങ്ങൾ, നാട്ടുകാർ വളരെ അലർട്ടാവുകയും ചെയ്തു. മാത്രമല്ല എല്ലാ ആളുകളും സൂക്ഷ്മമായി, അറിയാത്ത ആളുകളെ, മുഖപരിചയമില്ലാത്ത ആളുകളെ, ഈ അംഗവൈകല്യം എന്ന് പറയുന്ന ആളുകളെ അതൊക്കെ പരിശോധിക്കാൻ ജനങ്ങൾ തയ്യാറായി. ഇന്ന് രാവിലെ ഒരു CCTV ചിത്രം നമ്മൾ കണ്ടതാ. ഗോവിന്ദചാമി 2 ഡ്രസ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ഇട്ടിട്ടാണ് അവർ പുറത്ത് ചാടിയിരിക്കുന്നത്. അതൊരു ചോദ്യമാണ്. ഈ കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ഗോവിന്ദചാമിക്ക് എവിടുന്ന് കിട്ടി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അന്വേഷിക്കേണ്ട ഒരു ചോദ്യമാണ്. രണ്ടാമത് പിന്നീട് പറഞ്ഞത് ഒരു വെള്ള ഷർട്ടിൽ കള്ളിയുള്ളൊരു ഷർട്ടിലാണ് അത് ഇട്ടത്. അതായത് തലയിൽ ഒരു കെട്ടിട്ടിട്ട് ഒരു കെട്ടിൻ്റെ മുകളിൽ ഈ കൈ ഇങ്ങനെ കുത്തി കയറ്റിയിട്ടാണ് ഗോവിന്ദചാമി പോകുന്നത്. കാരണം കൈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആണല്ലോ, അത് കണ്ടുപിടിക്കരുതെന്നുള്ളത് കൊണ്ട്. അപ്പം ഇതിനൊക്കെ ഉത്തരവാദി ജയിൽ അധികൃതരാണ്, ജയിൽ വകുപ്പാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. ഒരുപാട് സിസ്റ്റങ്ങൾ തകരാറായിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ. ഒരു ഇലക്ട്രോണിക്സ് ഉപകരണത്തിന് സിസ്റ്റങ്ങൾ തകരാറെന്ന് അവർ ആദ്യം ഒരു തകരാറായത് ഏതാ സിസ്റ്റം? വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞ സിസ്റ്റം തകരാറായി. അതിനുശേഷം ആരോഗ്യ വകുപ്പ് എന്നൊരു സിസ്റ്റം തകരാറായി. ഇപ്പോൾ ഇതാ മൂന്നാമതായി തകരാറായിരിക്കുന്നത് ജയിൽ വകുപ്പ് എന്ന് പറയുന്ന ആ ജയിൽ എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ CPM ഇല്ലാതാക്കിയിരിക്കുകയാണ്. CPM ആണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ജയിൽ എന്ന് പറയുന്നത് CPMൻ്റെ ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമാണ്. നമുക്കറിയാം TP ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസിലെ പ്രതികളടക്കമുള്ള കൊടിസുനി അടക്കമുള്ള ആളുകളെ പാർപ്പിച്ച ഒരു കേന്ദ്രമാണ് ഈ ജയിൽ. ഇവിടെ 2 പ്രധാനപ്പെട്ട 3 പേര് ജയിൽ ഉപദേശക സമിതി അംഗങ്ങളായിട്ട്. ആരാ ഉപദേശക സമിതി? ഒന്ന് P ജയരാജൻ. നോക്കൂ നിങ്ങൾ, P ജയരാജൻ്റെ പേരിൽ അരീഷ് ഷുക്കൂറിൻ്റെ കൊലപാതക കേസിൽ P ജയരാജൻ പ്രതിയാണ്. അതുപോലെ തന്നെ തലശ്ശേരിയിൽ RSS പ്രവർത്തകൻ മനോജിൻ്റെ കേസിൽ P ജയരാജനെ അദ്ദേഹത്തിൻ്റെ പേരവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഒരുപാട് കൊലപാതകത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകളുണ്ട് എന്നുള്ള രീതിയിൽ പ്രചരണം വന്നിട്ടുണ്ടായിരുന്നു, ചർച്ച ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരാളെയാണ് ജയിൽ ഉപദേശക സമിതി അംഗമായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ജയിൽ ഉപദേശക സമിതി അംഗമായി വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കേസുകളിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ജയിൽ ഉപദേശക സമിതിയിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൃക്കരിപ്പൂർ MLA രാജഗോപാലുണ്ട്,
മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സരൾ ടീച്ചറുണ്ട്. ഇവരൊക്കെയാണ് ജയിൽ ഉപദേശക സമിതി അംഗങ്ങൾ. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പലപ്പോഴും പല പരിശോധനയിൽ മയക്കുമരുന്ന്, അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ, യഥേഷ്ടം ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ജയിലിൽ കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ ജയിൽ ഉപദേശക സമിതി അംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജയരാജൻ എന്തിനാണ് ആഴ്ചയിൽ ഒരു ദിവസം ജയിലിലേക്ക് പോകുന്നത്? എന്താ ആഴ്ചയിൽ ജയിൽ ഉപദേശക സമിതി യോഗം ചേരുന്നുണ്ടോ? ഒരു ഉപദേശക സമിതിയും അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് എന്താ? എല്ലാ ദിവസവും നിങ്ങളവിടെ പോയിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലല്ലോ. അഡ്വൈസറി ബോർഡിൻ്റെ യോഗം ചേരുന്ന സമയത്ത്, ഉപദേശക സമിതിയുടെ യോഗം ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാം, യോഗത്തിൽ പങ്കെടുക്കാൻ, തിരിച്ചു വരാം. പക്ഷേ നമ്മുടെ പി ജയരാജനും ആളുകളും അധിക തവണയും ജയിൽ സന്ദർശിക്കുന്നു. എന്തിനാ? അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ ഉപദേശക സമിതി അംഗം എന്ന് പറയുന്നത് ആ ജയിലിലെ എല്ലാ കുറ്റവാളികളുടെയും, ശിക്ഷിക്കപ്പെട്ട അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം തന്നെ കാര്യങ്ങൾ പരിശോധിക്കേണ്ട ആളുകളാണ് ജയിൽ ഉപദേശക സമിതി. അതിൽ ജില്ലാ കളക്ടറുണ്ട്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നതാണ് ജയിൽ ഉപദേശക സമിതി. പക്ഷെ പി ജയരാജൻ ഇടയ്ക്കിടയിൽ പോകുന്നു എന്തിനു വേണ്ടിയാ? സി പി എമ്മിൻ്റെ ക്രിമിനലുകളായ ശിക്ഷ വിധിച്ച് കിടക്കുന്ന ആളുകളെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ജയരാജൻ ഇവിടെ പോകുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനാണ്, ജയിൽ വകുപ്പിനാണ്, ആഭ്യന്തര വകുപ്പിനാണ്. ആ പരാജയം, അതിൻ്റെ ആ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയാണ് മറ്റു രീതിയിലുള്ള എല്ലാം തന്നെ പ്രചരണങ്ങൾ സി പി എമ്മും ഭരണാധികാരികളെല്ലാം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, ജയിൽ വകുപ്പിൻ്റെ, ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയല്ലേ ഇത്? ഒരു വാക്യാർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ഭരണകൂടത്തിൻ്റെ വീഴ്ച എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം ഏത് വസ്തുത അല്ലെങ്കിൽ ഏത് കാര്യം ഒരു സംസ്ഥാനത്തിനോ ഒരു രാജ്യത്തിലോ നടന്നാൽ ആ സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഭരണാധികാരികൾക്ക് അതിനോട് സാങ്കേതികമായും ധാർമ്മികമായും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തർക്കം അതിനകത്ത് ഉന്നയിക്കേണ്ടുന്ന കാര്യമില്ല. ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഭരണാധികാരികളുടെയോ വീഴ്ചയുണ്ട് എന്ന് പരസ്യമായി സമ്മതിക്കുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മുടെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ ഒരു മെൻസറിയ എന്ന് പറയുന്നുണ്ട്. മെൻസറിയ ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ ജയിലിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുവാൻ അനുവാദം കൊടുക്കാനുള്ള അല്ലെങ്കിൽ സഹായം ചെയ്തു കൊടുക്കാനുള്ള മെൻസറിയ ഈ ഭരണകൂടത്തിനുണ്ടോ എന്നുള്ളതാണ് നമ്മളെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അവർ അങ്ങനെ ഒരു താല്പര്യം കൊടുക്കേണ്ടുന്ന ഏതെങ്കിലും ഒരു തരത്തിൽ അതിന് ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഭരണാധികാരികൾക്ക്, ആ ഭരണാധികാരികളായി ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ക്രിമിനൽ കുറ്റവാളിയോട് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമോ അല്ലാത്തതോ രാഷ്ട്രീയമോ സാമൂഹ്യമായ ബന്ധങ്ങളുണ്ടോ? ഇല്ല എന്ന് ആർക്കും കണ്ണടച്ച് പറയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ വീഴ്ച എന്ന നിലയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കാരണം ഇന്നത്തെ ഭരണകൂടത്തെ എതിർക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽപ്പെട്ട ആളുകൾക്ക് ഭരണകൂടത്തിൻ്റെ വീഴ്ച എന്ന് പറയാം. സാങ്കേതിക അർത്ഥത്തിൽ ഞാനത് അനുവദിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഭരണകൂടത്തിൻ്റേതല്ല, മറിച്ച് ആ ജയിൽ അധികാരികളുടെ വീഴ്ചകൾ ധാരാളം ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉപ്പ് വെച്ച് ഒരു ഇരുമ്പ് കമ്പി പൊട്ടിപ്പിക്കണമെങ്കിൽ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കഴിയില്ല. രാവ് വെച്ചിട്ട് രാവിയാൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പൊട്ടിയെന്ന് വരും. ഉപ്പ് വെച്ച് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ മാസക്കണക്കിനുള്ള പ്രയത്നത്തിലൂടെ മാത്രമേ ഉള്ളൂ. അത് കണ്ടുപിടിക്കാൻ ജയിലിൽ വിസിറ്റ് ചെയ്യേണ്ടുന്ന, മുറികളിൽ വിസിറ്റ് ചെയ്യേണ്ടുന്ന ആ സെല്ലിൻ്റെ ഉത്തരവാദിത്വമുള്ള ഉണ്ടായിരുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ വീഴ്ചയാണ് എന്ന് പറയാൻ ഞാനെന്തിനു മടിക്കണം? ഞാനെന്തിനകത്ത് അവരെ വെള്ളപൂശാൻ ശ്രമിക്കണം? അത്തരം വീഴ്ചകൾ ധാരാളം ഉണ്ടാവുകയും പലതരത്തിലുള്ള വീഴ്ചകളുടെ ഒരു ഭാഗം എന്ന നിലയിൽ ഈ ഗോവിന്ദച്ചാമിക്ക് പുറത്തേക്ക് ചാടിപ്പോകാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സ്ഥാപനത്തിൻ്റെ DGP അടക്കമുള്ള ആളുകളുടെ സർവൈലൻസിൻ്റെ കുറവ്, അത് കഴിഞ്ഞ് ഇവിടുത്തെ ജയിൽ അധികാരിയുടെ ഉത്തരവാദിത്തരഹിതമായ സമീപനം, അല്ലെങ്കിൽ ഒരു ലേസിനെസ്,
ഒരു തരത്തിലുള്ള ഒരു ക്യാഹെ എന്ന് നമ്മളൊക്കെ നാട്ടിൽ പറയുന്ന പോലെയുള്ള ഒരു സമീപനം, ആ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റിന് പോലും നാണക്കേടുണ്ടാക്കുന്ന, ഒരു ഭരണകൂടത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഈ പ്രവൃത്തി ഇന്നലെ ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്. അതിന് കാര്യമായ നടപടികളിലും അന്വേഷണങ്ങളും മേലിത് ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് മാതൃകാപരമായ ശിക്ഷകൾ അവർക്ക് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ കാര്യത്തിൽ ഭാവി കേരളത്തിൻ്റേതായിട്ട് നമുക്ക് ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഭരണകൂടത്തിന് ഈ കാര്യത്തിൽ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ കുറ്റവാളിയെ, ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയെ പുറത്തു കടത്തുന്നതിന് യാതൊരുവിധ താല്പര്യവും ഉള്ളതല്ല. മറിച്ച് ആ ഉദ്യോഗസ്ഥന്മാരോ അവിടെ ഉണ്ടായിരുന്ന ചുമതലപ്പെട്ട ആളുകളുടെയോ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. ആ വീഴ്ച കണ്ടുപിടിക്കുന്നതിൽ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം സർക്കാരിൻ്റെ ഉണ്ടാകുക എന്നുള്ളതിൽ കവിഞ്ഞ് ഈ കാര്യത്തിൽ മറ്റൊരു തെറ്റ് ഒരു ഭരണകൂടത്തിനുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, താങ്കൾ പറഞ്ഞു ഭരണകൂടത്തിന് ഗോവിന്ദച്ചാമിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള താല്പര്യം ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുന്നു. ഇതേ ജയിലിൽ നിന്നാണ്, അതായത് കണ്ണൂരിലെ സെൻട്രൽ ജയിലിനോട് ചേർന്നുള്ള വനിതാ ജയിലിൽ നിന്നാണ് ഷെറിൻ എന്ന തടവുകാരിയെ, ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഷെറിനെ കഴിഞ്ഞയാഴ്ച റെമിഷൻ നൽകി, ഇളവ് നൽകി പുറത്ത് വിട്ടത്. നമുക്കറിയാം, കേരളത്തിലെ ജയിലുകളിൽ 20 വർഷത്തിലധികമായി തടവ് ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരുണ്ട്. അവർക്കൊന്നും നൽകാത്ത പരിഗണന ഷെറിന് എന്തുകൊണ്ട് നൽകി എന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ലേ? എന്താണ് ഭരണകൂടത്തിന് ഇത്ര വലിയ താല്പര്യം ഷെറിനോട്? ഒരുപക്ഷെ അതേ താല്പര്യം എന്തുകൊണ്ട് ഗോവിന്ദച്ചാമിയോട് ആയിക്കൂടാ? ഗോവിന്ദച്ചാമിയോട് ഉള്ളതും ഷെറിൻ എന്ന് പറയുന്ന വനിതയോടുള്ള താല്പര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡിയായിട്ട് എടുക്കാൻ കഴിയില്ല. അത് ഈ ചർച്ചയിൽ കടന്നു വരും എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം അതിനെക്കുറിച്ചുള്ള മറുപടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം അത് ഞാൻ ഈ ഗോവിന്ദച്ചാമി ഇഷ്യൂവുമായിട്ട് മാത്രമേ ഈ കാര്യത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഷെറിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളും അത് ഗവൺമെൻറ് കാണിച്ച താല്പര്യവും ഗവൺമെൻറ് റെമിഷൻ നൽകി കൊടുത്തതും ഒക്കെ നിയമപരമായ മാർഗത്തിലൂടെയാണെന്നാണ് എൻ്റെ കൃത്യമായ അറിവ്. ആ നിയമപരമായ മാർഗത്തിലൂടെ ചെയ്ത് പുറത്തു കളയുന്നതും കമ്പിയുപ്പ് വെച്ച് പൊട്ടിച്ച് പുറത്ത് ചാടി വരുന്നതുമൊക്കെ രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ആ വിഷയം നമുക്ക് പിന്നീട് വേറൊരു അവസരത്തിൽ ആലോചിച്ച് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമായി. ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ചാർലി തോമസിന്റെ പരസഹായമില്ലാതെ ജയിൽ ചാടാനാവില്ല. അതീവ സുരക്ഷാ ബ്ലോക്കിലെ പാറാവുകാർ ഉറങ്ങുകയായിരുന്നു. മനസ്സിലാക്കുന്നത് ഈ അതീവ സുരക്ഷാ ബ്ലോക്ക്, ഈ 10ാം ബ്ലോക്കിൽ 100 തടവുകാരെ നോക്കാൻ 3 ജീവനക്കാരെ, ജയിൽ ജീവനക്കാരെ ഉള്ളൂ എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ 3 പാറാവുകാർ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ 1.5 മാസമായിട്ടുള്ള പ്രിപ്പറേഷൻ, ആസൂത്രണം, അതൊന്നും ഇവർ കാണാതെ പോയതാണോ? മാത്രമല്ല, ഈ സെല്ലിൻ്റെ കമ്പി മുറിച്ച് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടാലും നേരത്തെ ശ്രീ രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കൂറ്റൻ മതിൽക്കെട്ടുകൾ മറികടന്ന് പുറത്തേക്ക് പോകുന്നത് ദുഷ്കരമാണ്. അതൊക്കെ ഈ ഒറ്റക്കയ്യന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ സെൻട്രൽ ജയിലിലെ പാറാവുകാർ എന്ത് ചെയ്യുകയായിരുന്നു? ഒരുപക്ഷെ കണ്ണടച്ച് കൊടുത്തതാണോ? അങ്ങനെ സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കുമോ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു? മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ദുർബലനല്ല ഈ ചാർലി തോമസ്. ചാർലി തോമസ് ശിക്ഷിക്കപ്പെട്ട സമയത്ത് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മയടക്കം പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന് വേണ്ടി അവരെ സമീപിച്ച ആകാശപ്പറവകൾ എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗോവിന്ദച്ചാമിയാണോ ചാർലി തോമസ് ആണോ എന്നൊക്കെയുള്ള ചർച്ച നടക്കുകയല്ലേ. അപ്പോൾ ഈ ആകാശപ്പറവകൾ എന്ന ഒരു സംഘം, അത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘമാണ്. അവർ സമീപിച്ചിരുന്നു, സൗമ്യയുടെ അമ്മയെ സമീപിച്ചിരുന്നു. അപ്പോൾ
മാത്രമല്ല വലിയ പൈസ ഇറക്കിയാണല്ലോ സുപ്രീം കോടതിയിലൊക്കെ വാദിക്കണമെങ്കിൽ അതൊന്നും ആരും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി നമ്മളൊക്കെ കരുതുന്ന പോലെ ഈ ചാർലി തോമസ് ദുർബലനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജയിൽ അധികൃതരെ സ്വാധീനിക്കാൻ ഒന്നുകിൽ ചാർലി തോമസ് സ്വന്തം നിലയ്ക്കോ അല്ലെങ്കിൽ ചാർലി തോമസിനെ പിന്തുണയ്ക്കുന്ന ഈ ആകാശപ്പറവകൾ ഒക്കെ ഇടപെട്ടിട്ടില്ല എന്നെങ്ങനെ പറയാനാവും? അല്ല, അത് ആ ഒരു സംഭവവും ഈ സംഭവവും രണ്ടും രണ്ടാണ്. ആദ്യത്തെ ഭാഗം എടുത്താൽ ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ കൈയുള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് പുറത്ത് സൗകര്യപ്രദമായി കടക്കാൻ കഴിയും എന്ന് ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് കഴിയില്ല, പരസഹായം ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ. അപ്പോൾ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് സഹായം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൻ്റെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഈ കമ്പി മുറിച്ച് കടക്കാൻ കഴിയുമെങ്കിലും അതിൽ നിന്ന് ഈ കൂറ്റൻ മതിൽക്കെട്ട് ചാടിക്കടന്ന് പുറത്തേക്ക് പോകാൻ കഴിയുമോ? അതല്ല, ഏതെങ്കിലും ആളുകൾ വാതിൽ തുറന്നുകൊടുത്ത് അതിലൂടെ മതിൽ ചാടി പോയതാണെന്ന വ്യാജേന അത് പുറത്തു വിട്ടതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും നമുക്ക് പഴിക്കാൻ കഴിയില്ല. കാരണം ഈ സ്ഥാപനം ജയിൽ എന്ന് പറയുന്നത് സെൻട്രൽ ജയിൽ എന്ന് തന്നെ പേരാണ്. സെൻട്രൽ ജയിലിൽ അതിൻ്റെതായ ചില കർശനമായ കഠിനമായ നിബന്ധനകളുണ്ട്. അതോടൊപ്പം തന്നെ അതിലെ ഏറ്റവും കുറ്റവാളി ശിക്ഷിക്കപ്പെട്ട് കൊലക്കുറ്റത്തിനും മറ്റും ശിക്ഷിക്കപ്പെട്ടവരെ മാത്രം പാർപ്പിക്കുന്ന സൈക്കാട്രിക് എഫക്റ്റ് ആയിട്ടുള്ള ആളുകളെ താമസിപ്പിക്കുന്ന തുടർന്ന് അത് കൂടുതൽ കടുത്ത ഒരു നിരീക്ഷണവും അല്ലെങ്കിൽ സുരക്ഷയും ഒരുക്കേണ്ടുന്ന ഒരു സ്ഥലമാണ്. അതിലൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഇതിലൂടെയെങ്കിലും പുറത്തു വരുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് നല്ലതാണ് എന്ന് കരുതാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിലും ആ വീഴ്ചകൾ നാളെയുടെ ദിവസങ്ങളിൽ ഇല്ലാതാകുമെങ്കിൽ നമുക്ക് അത്രയും ആശ്വസിക്കാം. രണ്ടാമത്തെ കാര്യത്തിൽ ആ ഒരു സംശയം നമ്മൾ ആകാശത്തിൽ അങ്ങനെ നിലനിർത്തരുത്. ആകാശപ്പറവകൾ മറ്റവരെ സമീപിച്ചിട്ടുണ്ടാകും, ഗോവിന്ദച്ചാമിയെ എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൻ്റെ മുന്നിൽ മറവിയിലേക്ക് പോയിട്ടുള്ളൊരു വസ്തുതകളാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവരെയും കൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവരണം. അവരാരായാലും അവരെയും കൊണ്ടുവന്ന് ഇനി ഇങ്ങനെയുള്ള നടപടികളിലേക്ക് പോകുന്നതിന് സമൂഹത്തിന് താക്കീതാകുന്ന രൂപത്തിലുള്ള നടപടികളിലേക്ക് അവരെയും കൊണ്ടുവരണം. അവരെ ആരെയെങ്കിലും രക്ഷപ്പെടുത്തി നിർത്തണമെന്ന ആഗ്രഹം ഒരു വ്യക്തിയായിട്ട് ഞാൻ വരുന്നില്ല എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയ പക്ഷം കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് നാഴികക്ക് 40 വട്ടം പോകുന്ന പി ജയരാജനെങ്കിലും, ഉപദേശക സമിതി അംഗം പി ജയരാജനെങ്കിലും ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാമായിരുന്നു, തിരക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു. ശ്രീ കൃഷ്ണകുമാർ, ഈ തടവറ ഭേദ്യത്തിൽ, ജയിൽ ചാട്ടത്തിൽ ഇപ്പോഴും വ്യക്തമായ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നില്ലേ? ഒന്നാമത്തെ ചോദ്യം, സ്വാഭാവികമായിട്ട് ആരും സംശയിക്കുന്നത് പോലെ എങ്ങനെ ഈ ഒറ്റക്കയ്യന് സെല്ല് മുറിച്ച് ഇത്രയും വലിയ കുറ്റൻ മതിൽ അത് താണ്ടി പുറത്തേക്ക് കടക്കാൻ ആയി എന്നതുൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ പലതും ദുരൂഹമായി അവശേഷിക്കുകയല്ലേ? ജയിലധികൃതരുടെ വിശദീകരണം തൃപ്തികരമാണോ? എനിക്ക് തോന്നുന്നത്, നമുക്കറിയാമല്ലോ, ഗോവിന്ദച്ചാമി വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു ക്രിമിനലാണ്. ശരിക്ക് വീട്ടുകാരെല്ലാം വളരെ ഭയചകിതരായിട്ടുള്ളൊരു മോഡസ് ഓപ്പറേഷനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ. എല്ലാവരുടെ മനസ്സിൽ വളരെ ഭയം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, നമ്മൾ സാധാരണ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മിനിമം സെക്യൂരിറ്റിയാണ് കൊടുക്കുക. കുറച്ചും കൂടെ സീരിയസ് ക്രൈംസ് ചെയ്ത അവർക്ക് മീഡിയം സെക്യൂരിറ്റി കൊടുക്കും. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് മാക്സിമം സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാക്സിമം സെക്യൂരിറ്റി കാറ്റഗറിയിൽ പെട്ടതാണ് ഗോവിന്ദച്ചാമിയുടേത്. അതാണ് നമ്മുടെ ജയിലുകളിലെ സംവിധാനം അതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ഒന്ന്, നമുക്ക് ഗാർഡ്സ് ഉണ്ട്.
ഇവരെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നിയമിതമായിട്ടുള്ള സമയത്തേക്ക് മാത്രം നിരീക്ഷിക്കാനുള്ള ഗാർഡുകളുണ്ട്. അതുപോലെ തന്നെ സർവൈലൻസ് ക്യാമറാസ് ഉണ്ട്, സെൻട്രലൈസ്ഡ് ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്, CCTV സർവൈലൻസ് ഉണ്ട്, സെൻട്രലൈസ്ഡ്. എല്ലാ സ്ഥലത്തെയും കിട്ടും, ഇൻഡിവിജ്വലായിട്ട് എടുത്ത് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ എസ്കേപ്പിനുള്ള സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അറ്റംപ്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലാമോ ആ രീതിയിലുള്ള സംവിധാനം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ അത് വേണ്ടതാണ്, ഇന്ന് അഡ്വാൻസ് ടെക്നോളജി നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് എന്തുകൊണ്ട് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഇത്രയും ഡ്രഡഡ് ക്രിമിനലിന് പോകാനായിട്ട് സാധിച്ചു? എല്ലാവരുടെയും കൺസേൺ ആയിരുന്നു. കാരണം ഒരു സാധാരണ ഒരാൾ, ഒരു ജയിൽ വാർഡൻ, ഒരു ഗാർഡ്, പ്രത്യേകമായിട്ടുള്ള ഗാർഡ്, ഡ്യൂട്ടി അസൈൻ ചെയ്യപ്പെട്ട ഗാർഡ്, ആ ഗാർഡ് പോലും ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സുരേഷ് ബാബു സാറൊക്കെ എന്നെക്കാളൊക്കെ ഒരുപാട് അനുഭവ സമ്പത്തും ഇതൊക്കെ ഉള്ള ആളാണ്. എനിക്ക് തോന്നുന്നത് ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ എ റുട്ടീൻ തിങ്. അവിടെ വേണ്ടപ്പെട്ട ആളുകൾ വെളിയിൽ പോവുകയും വരികയും ചെയ്യുന്നത് ഇറ്റ് വാസ് എ റുട്ടീൻ തിങ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് നോ ഓപ്പർച്യൂണിറ്റി. എങ്ങനെ ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി അല്ലേ വേണ്ടത്? എങ്ങനെ ഒരാൾക്ക് പോകാൻ സാധിക്കും? ജയിലിൻ്റെ അഴി മുറിക്കണം, അവിടെ നിന്ന് ഇറങ്ങണം, അവിടെ ഗാർഡുകളൊക്കെ ഉറങ്ങുമായിരുന്നു. CCTV സർവൈലൻസ് 24 hours ഇല്ലെങ്കിൽ സമ്മതിക്കണം നമ്മൾ, ഇല്ലായിരുന്നു എന്നുള്ളത്. അതൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ഗവൺമെൻറ് ആൻസർ ചെയ്യണം, എന്നിട്ട് റെസ്പോൺസിബിളായിട്ട് പെരുമാറേണ്ട കാര്യങ്ങളാണ്. ഇവിടെയൊക്കെയാണ് നമ്മളൊരു ഗവൺമെൻറ്റിനെ, അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ്റായാലും മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളെ അവരെ അവരുടെ കുറ്റമായിട്ട് നമ്മൾ പറയുന്നത്, മീഡിയ പറയുന്നത്, സാധാരണ ആൾക്കാർ പറയുന്നത്. ഞാനൊരു അനുഭവസ്ഥനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയാനന്ദൻ ജയിലിൽ ചാടി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ സന്ധ്യ മാഡം വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ സെക്യൂരിറ്റി വേണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ എനിക്ക് 2 പോലീസുകാർ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, 2 ദിവസം എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക്, ഞാൻ പിടിച്ചൊരു 10 കൊലപാതകം ചെയ്ത ഒരു ക്രിമിനൽ, അവർ ചാടി കഴിഞ്ഞപ്പോൾ ഇത്രയും ഒരു പ്രിക്കോഷൻ, ഒരു ലോ ആൻഡ് ഓർഡർ മെഷീനറി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കൺസേൺഡ് ആയിരിക്കണമായിരുന്നു ഗോവിന്ദചാമിയുടെ ഒരു കേസിൽ? എത്ര കൺസേൺഡ് ആവണം? അതല്ലേ പബ്ലിക് സേഫ്റ്റി, നമ്മുടെ സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അവിടെയല്ലേ നമ്മൾ കാണേണ്ടത്. ഇതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതി ഇതാണ് കേട്ടോ, ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ എ റുട്ടീൻ തിങ്. അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, ദേ മൈറ്റ് ഹാവ് ബീൻ ഗോയിങ് ഓർ കമ്മിങ്. ആ ഒരു മറവിൽ മാത്രമേ ഗോവിന്ദസ്വാമിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം. അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് പറയാനായിട്ട് സാധിക്കും? ഇല്ല, അവിടെ 24 hours സർവൈലൻസ് ഉണ്ടായിരുന്നില്ല. അവിടെ ഗാർഡ്, സ്പെഷ്യലി അസൈൻഡ് ഗാർഡ്സ്, ഇതുപോലെ ഡയറക്ട് ക്രിമിനൽസിന് അവരെ മാത്രം സർവൈലൻസ് നടത്തുന്ന ഗാർഡ്സ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാൻ സാധിക്കുമോ? സൂപ്പർവൈസറി ഓഫീസേഴ്സിന് പറയാനായിട്ട് സാധിക്കുമോ? പ്രത്യേകിച്ച് ജയരാജൻ സാറൊക്കെ ഉള്ള ഇതുപോലത്തെ ജയിലിൻ്റെ വെൽഫെയർ കാര്യങ്ങൾ നോക്കുന്ന അദ്ദേഹത്തിന് ഇതെല്ലാം അവരുടെയൊക്കെ ഉത്തരവാദിത്തമല്ലേ? ഇത് അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. ഞാൻ പണ്ട് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ്, അദ്ദേഹം ഒരു 11 വർഷം മുമ്പ് അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അത് ഇൻ്റലിജൻസ് IG കുറേ എങ്ങനെയാണ് നമ്മുടെ ജയിലിൽ ഫുൾ പ്രൂഫായിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ മനുഷ്യാവകാശ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ അവരുടെ റിഫോർമേഷൻ എങ്ങനെയൊക്കെയാണ് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ ഇവരുടെ സെക്യൂരിറ്റി, വളരെ ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി എങ്ങനെയാണ് അഷ്വർ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് 11.5 വർഷം മുമ്പ് അദ്ദേഹം IGP കൊടുത്ത ഒരു ഇതിൻ്റെ ബേസിൽ ഒരു ഓർഡർ ഇറക്കുന്നുണ്ടായി. ആ ഓർഡറിൽ അദ്ദേഹം വളരെ അലക്സാണ്ടർ ജേക്കബ് സാറിനെ അംഗീകരിക്കാത്ത ആരും ഒരു പാർട്ടിയിലും ഒന്നിലും ഇല്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ അംഗീകരിക്കാൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ അദ്ദേഹത്തിനെ പോലെ ഒരു അമാനുഷ്യനായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം 40 ലക്ഷം രൂപയുടെ ഒരു ജാമർ, മൊബൈലുകൾ പല ഇവിടെ നിന്നും സംസാരിക്കുന്ന ഉള്ളിൽ നിന്ന്. എന്നെ താജുദ്ദീൻ എന്ന് പറഞ്ഞ തീവ്രവാദ കേസിൽ ഉൾപ്പെട്ട ആൾ ജയിലിൽ നിന്ന് വിളിച്ചിരുന്നു. അന്ന് ജയ്മോഹൻ സാറായിരുന്നു അന്ന് എൻ്റെ SP, ഇൻ്റർണൽ സെക്യൂരിറ്റി SP. അനന്തകൃഷ്ണൻ സാറായിരുന്നു അന്ന് IGP. അപ്പോൾ താജുദ്ദീൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എന്നെ ഇവിടുന്ന് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ എക്സ്പ്ലോസീവ്സും കൂടെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എന്ന് ജയിലിൽ നിന്ന് മൊബൈലിൽ വിളിച്ച് എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവനെതിരെ നടപടി എടുത്തു. ഞാൻ ഇത് പറയാൻ കാരണം അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്നുണ്ട്, അലക്സാണ്ടർ ജേക്കബ് സാറ് ഈ മൊബൈലുകൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് കൊടുത്തു. ആർക്കാണ് ഈ സൗകര്യം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്?
കൂടെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ, അവർക്ക് സംശയമുണ്ട്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ഒരു കുറ്റം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പാർട്ടിയാണെങ്കിലും എന്നിട്ട് അതിന് മതിയായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉദ്ദേശശുദ്ധി പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം വളരെ വേദനയോടുകൂടി പറഞ്ഞു, ഇങ്ങനെ ഈ മൊബൈൽ ഒരു ഇതാണല്ലോ. ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമി എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം, ഡയറക്റ്റ് ക്രിമിനലാണ്. പക്ഷേ അവനൊരു ക്രിമിനൽ മെൻറ്റാലിറ്റിയും വളരെ ഒരു ഇൻ്റലക്ച്വൽ അല്ല. അവൻ ഈസ് എ ഡെഡ് ക്രിമിനൽ, വളരെ ബ്ലൈൻഡായിട്ടുള്ള ക്രിമിനലാണെന്ന് നമുക്ക് ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങേർക്ക് ഇങ്ങനെ കൂടുതൽ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്ത് വെളിയിൽ നിന്ന് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ പല ക്രിമിനൽസിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജയിലിൽ നിന്നുള്ള അസോസിയേറ്റ്സ് അവർ വഴി വേണമെങ്കിൽ അസൈൻമെൻറ്റുകൾ കിട്ടാം. അവർ വെളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ഗിവൻ അസൈൻമെൻറ്റ്, വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈവൻ എ പൊളിറ്റിക്കൽ അസൈൻമെൻറ്റ്. അതും ആവാം, ഏത് പാർട്ടി വേണമെങ്കിലും ആവും. ഒരു അസൈൻമെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഈ വെളിയിൽ പോകാനുള്ള സൗകര്യം ചെയ്തു തരാം. അപ്പം നമ്മൾ പ്രിക്കോഷൻ എടുക്കണത് വേണ്ടേ? നാളെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അന്യോന്യം പഴിചാരിയാൽ മതിയോ? അതുപോരാ. അപ്പോൾ അദ്ദേഹം അന്ന് വീണ്ടും പറയുന്നുണ്ട്, അദ്ദേഹം ഓരോ റെക്കമെൻഡേഷൻസ് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം വെളിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പോകാനുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ ഗാഡ്സുമായിട്ട് ഇൻഫ്ലുവൻസ് സ്വാധീനം ചെലുത്തിയെന്നിരിക്കട്ടെ, പല രീതിയിൽ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. കാരണം എല്ലാ മനുഷ്യരും ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടല്ലോ. പക്ഷേ ഒരു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാരക്ടർ, ഇപ്പോൾ പൊളിറ്റിക്സിൽ നമ്മൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ സംഗതി പ്രധാനമാണല്ലോ. അതുപോലെ പോലീസിലാണെന്നുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് താൽക്കാലികമായി നിയമിക്കപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ ജയിൽ ഡ്യൂട്ടിയിൽ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എത്രത്തോളം പ്രതിബദ്ധതയുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 6 മാസത്തേക്ക് അല്ലെ 10 മാസത്തേക്ക് നിയമിക്കപ്പെടുന്ന, കരാറടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന നിരവധി ജീവനക്കാരുണ്ട്. അവരുടെ എണ്ണമാണ് കൂടുതൽ. സാധാരണ ജയിൽ ജീവനക്കാരെക്കാൾ അവരുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ എത്രത്തോളം കമ്മിറ്റഡ് ആയിരിക്കും അവ? ഒന്ന്, ജീവനക്കാരുടെ ഷോർട്ടേജ്. പിന്നെ ഇതുപോലെ ഷോർട്ട് പീരീഡിലേക്ക് ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കയറിക്കൂടാനുള്ള നല്ല സാധ്യതകളാണ്. സ്വന്തം ആളുകൾക്കുള്ള സൗകര്യങ്ങൾ, വെൽഫെയർ നോക്കാൻ വേണ്ടിയിട്ടാണ് ഏത് പാർട്ടി വേണമെങ്കിലും ഭരിക്കട്ടെ, അതിനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. അതെല്ലാം നമ്മൾ ഒഴിവാക്കലാണ് നമ്മുടെ ഒരു നല്ലൊരു സിസ്റ്റത്തിൻ്റെത്. പിന്നെ ഇത് പ്രധാന കാര്യമാണ്. ഞാൻ ജേക്കബ് ഇത് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞത്, അന്ന് അദ്ദേഹം ഒരു ജാമർ ഫിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ഈ മൊബൈലിലുള്ള ഇത് കമ്മ്യൂണിക്കേഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നാളെ നമുക്ക് വലിയ ഇതിലൊക്കെ മേജർ ഒരു ഗോവിന്ദച്ചാമിയല്ല, മറ്റുള്ള ആൾക്കാർ വഴി മേജർ ക്രൈംസ് ഉണ്ടാവാനും നമ്മൾ ഇതിൽ ഡിബേറ്റ് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ജാമറിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ 40 lakhs അത് വെച്ചു. ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. അത് കഴിഞ്ഞപ്പോൾ 1 കോടിയുടെ രൂപ ജാമർ പ്രപ്പോസ് ചെയ്തു, 1 കോടിയുടെ. അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞു, നോ, കെൽട്രോൺ വഴി പ്രപ്പോസ് ചെയ്തതാണ്. അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. 40 ലക്ഷം രൂപയുടെ ജാമർ മേടിച്ച് കഴിഞ്ഞിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കൊടുക്കുന്ന ആൾക്കാർക്ക്, വയ്ക്കുന്ന ആൾക്കാർക്ക് എന്ത് ഉദ്ദേശശുദ്ധിയാണ്? പിന്നെ 1 കോടി രൂപയുടെ പറയുന്നു. അത് മാത്രമല്ല, നമ്മുടെ സർവൈലൻസ് ക്യാമറാസ് ഇപ്പോഴും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മീഡിയ ആണെങ്കിൽ രാഷ്ട്രീയമാണെങ്കിൽ ഇതിനകത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ഇതിനകത്ത് അവിടെ എത്ര ക്യാമറകൾ വച്ചിരുന്നു, എവിടെയൊക്കെ വച്ചിരുന്നു, അതെല്ലാം വർക്കിംഗ് ആണോ? ഇത് വളരെ ഇനിയെങ്കിലും സംഭവിക്കരുത്. ഗോവിന്ദച്ചാമി ഇഷ്യൂ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവരുത്. വലിയ ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാധിക്കുന്നത് സാധാരണ മനുഷ്യരെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ആണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കർശനമായിട്ട് ഓരോ സെക്യൂരിറ്റി ആസ്പെക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നടത്തിയ കാര്യങ്ങൾ, എല്ലാ ക്യാമറാസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്? ഇത് ഇറ്റ് ഹാസ് ബിക്കം എ റുട്ടീൻ തിങ്. നമ്മൾ ക്യാമറകൾ കുറേ വയ്ക്കുന്നു. എന്തിന്? അതിനെക്കുറിച്ച് പിന്നെ അലിഗേഷൻസ് ഉണ്ടാവുന്നു, അതിനകത്ത് പൈസയുടെ ഇൻവോൾവ്മെൻറ്റ് അത് വരുന്നു, കണക്ഷൻസ് വരുന്നു, ഇതെല്ലാം വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, ഒന്നുമില്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ കുഴപ്പം, അതല്ലെങ്കിൽ അത് പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുള്ള എഫിഷ്യൻസി ഇല്ലാത്ത ക്യാമറയാണ്, അതിന് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് അല്ല, അങ്ങനെയുള്ള സംഗതി. അത് ഷോർട്ട് പീരീഡ് കഴിയുമ്പോൾ അത് പോവും, അങ്ങനെയാണ്. അപ്പോൾ ഇത് എല്ലാ ലെവലിലും വളരെ ഗൗരവമായിട്ടുള്ളൊരു സംഗതിയാണ് ഇതിൽ കാണുന്നത്. ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ എൻ്റെ അഭിപ്രായം, ഈ ജയിലിൽ നടന്ന സംഭവങ്ങൾ ഇറ്റ് വാസ് എ റുട്ടീൻ തിങ്. ആവശ്യമുള്ള ആൾക്കാർ യഥേഷ്ടം വെളിയിൽ പോകുന്നത് ആ ഒരു കവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഗോവിന്ദച്ചാമിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. പിന്നെ ഒരു കാര്യം സംശയമില്ല, ഈ കുറേ നാളുകൾ ഉപ്പ് വച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ
കടൽ തീരത്തുള്ള നമ്മൾ ഈ മോഷണം പോയ വണ്ടികൾ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓർഡർ പോയി നോക്കി കഴിയുമ്പോൾ എല്ലാം തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. പക്ഷേ എനിക്ക് ദാറ്റ് സർപ്രൈസസ് മീ. അപ്പോൾ എങ്ങനെയാണ് അതുപോലെ അപ്പോൾ ഈ ഷോർട്ട് പീരീഡിനുള്ളിൽ ഹൗ ക്യാൻ യു ഡു ദാറ്റ്? അത് വലിയ ബുദ്ധിമുട്ടാണത്, വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് മൈൻഡ് ആപ്ലിക്കേഷൻ ഒരുപാട് വേണം, നല്ല ക്ഷമണം. അത്രയ്ക്ക് ഒരു ക്രിമിനൽ ക്ഷമിക്കുമോ? അപ്പോൾ ഒരു ബെറ്റർ എക്യുപ്മെൻറ്റ് ആക്സസിബിൾ ആയിരുന്നു അദ്ദേഹത്തിന്, അയാൾക്ക് എന്ന് അദ്ദേഹം എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പല ആൾക്കാർ അദ്ദേഹം എന്ന് പറയാറുണ്ട്. നോ, ഗോവിന്ദസ്വാമി ഡു നോട്ട് ഡിസേർവ് ദാറ്റ് അഡ്രസ്. അത് ഡിസേർവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളിൽ ചുരുക്കം പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ഷുഡ് നെവർ ബി എ ബ്ലെയിം ഗെയിം. വി ഹാവ് ടു ആക്സെപ്റ്റ് ദ മിസ്റ്റേക്ക്. ഓക്കെ, അഡ്വക്കേറ്റ് പ്രമോദ്, ചാർലി ചാടിയതാണോ ചാടിച്ചതാണോ? താങ്കളിലേക്കാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ തൃശ്ശൂർ സെൻട്രൽ പ്രിസൺ നമുക്കറിയാവുന്നതാണ് എത്രത്തോളം കള്ളത്തരം അവിടെ നടക്കുന്നുണ്ടെന്ന്. താൽക്കാലിക ജീവനക്കാരാണ് കൂടുതൽ. ഇവിടെ ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റോ ഒരു മോണിറ്ററിംഗ് സ്പെഷ്യൽ ബ്രാഞ്ചോ ഈ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ, അതുപോലെ അവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ കാര്യങ്ങൾ ഇത് പരിശോധിച്ചാൽ വ്യക്തമായിട്ട് കുറേ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും പറയുന്നത് ശ്രദ്ധിച്ചു. ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? സർക്കാരിന് ഇതൊന്നും നോക്കാൻ പറ്റില്ലെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദച്ചാമി അടുത്ത ഒളിമ്പിക്സിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് കൊണ്ടുപോകണം. ഹൈ ജമ്പില് 2.45 ആണ് ക്യൂബക്കാരന്റെ റെക്കോർഡ്. പോൾ വാൾട്ടിലാണെങ്കിൽ 6.5 മീറ്ററും അതിനെയും കാട്ടിലും വലിയ മതിലാണ് ചാടി കിടന്നേക്കണേ. മനസ്സിലായില്ലേ? ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഇപ്പോൾ റിട്ടയർഡ് ഓഫീസർ പറഞ്ഞ പോലെ CCTV ഒരൊറ്റ സെൻട്രൽ പ്രിസണുകളിലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം എനിക്കറിയാം ഈ പ്രിസണിൽ പല എന്താ പറയുക കടക്കുന്ന പ്രിസണേഴ്സിനെ ഉപദ്രവിച്ച കേസുകളിലൊക്കെ ഞാൻ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ CCTV ഫൂട്ടേജ് ചോദിച്ചാൽ അത് ഇല്ല, വർക്ക് ചെയ്യില്ല. ഇവർക്കൊരു രജിസ്റ്റർ ഉണ്ട്, എന്ന് മുതൽ വർക്ക് ചെയ്തില്ല. അത് നോട്ട് ചെയ്യണം. ഒരു സെൻട്രൽ പ്രിസൺ, തൃശ്ശൂർ സെൻട്രൽ പ്രിസണിൻ്റെ കേസിൽ കുറെ ഞാൻ നടത്തുന്നതുകൊണ്ട് പറയാം. അവിടെ മോണിറ്റർ ചെയ്യാൻ 2 പേരുണ്ട്. ഈ 2 പേര് ഏതെങ്കിലും ക്യാമറ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് എൻട്രി ചെയ്ത് അറിയിച്ച് മാറ്റം വരുത്തണം. അത് ചെയ്യുന്നില്ല. അതെന്താ? 2 കാര്യമാണ്. രാത്രി കാലങ്ങളിൽ കൃത്യമായി ഉദ്യോഗസ്ഥരൊക്കെ മദ്യപാനം ഉണ്ടായിട്ട് ഉള്ളിൽ കൃത്യമായി നിങ്ങൾ മോണിറ്റർ ചെയ്തോളൂ നമ്പ്യാരെ. ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാം നമ്പ്യാരെ. കൃത്യമായിട്ട് ഇവിടെ ഒരു തെഹൽക്ക പോലത്തെ ഒരു മീഡിയ ഉണ്ടെങ്കിൽ ഈ ജയിലിലുള്ള ഉദ്യോഗസ്ഥരെ കൈക്കൂലി പുറത്ത് മേടിക്കുന്നതും എല്ലാം നമുക്ക് പിടിക്കാൻ പറ്റും. ഇപ്പൊ ഈ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. നമ്പ്യാർ നോക്കണം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ സെല്ല് വിട്ടാൽ 3 ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് വേണം ഇയാൾ ഈ മതിൽ ചാടാൻ. കാരണം ഒരു ഹീനിയസ് ക്രൈമിലുള്ള ആളാണ്. അപ്പം 3 ഗേറ്റുകൾ, ഈ 3 ഗേറ്റിലും എന്താ പറയാ സോൾട്ട് വെച്ചോ? ഈ 3 ഗേറ്റിലും സെക്യൂരിറ്റി ഇല്ലേ? ഇത് നോക്കിയിട്ടില്ല. ഇതുപോലെ തന്നെ അവിടെ ഒരു കാര്യം സത്യമായിട്ടുള്ളതാണ്, അത് ചെയ്യേണ്ടത് സർക്കാരാണ്. അതായത് സ്റ്റാഫുകൾ കുറവാണ്. എത്ര ഇൻമേറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകളില്ല. അത് കൃത്യമായൊരു കാര്യം. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. റിമാൻഡ് പ്രിസണറായിരുന്നു നമ്മുടെ ബോബി ചെമ്മണ്ണൂര്. ഒരു കേസിൽ റിമാൻഡ് ചെയ്ത് കാക്കനാട് ജയിലിൽ വന്നു. ആരാണ് അയാളെ കാണാൻ വന്നത്? മധ്യമേഖല സെൻട്രൽ സോൺ DIG, അദ്ദേഹത്തിന്റെ കൂടെ 3 സ്ത്രീകളും എൻട്രി ചെയ്തു. ഇയാളെ കാണുന്നു, തിരിച്ചു പോകുന്നു. രജിസ്റ്ററിൽ പേരില്ല. എന്നിട്ട് എന്താ ഉണ്ടായത്? CCTV ഫൂട്ടേജ് അടക്കം പിടിച്ച് അന്നത്തെ ജയിൽ ADGP വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി CCTV ഫൂട്ടേജ് എടുത്തു, കള്ളത്തരം കണ്ടുപിടിച്ചു, സസ്പെൻഡ് ചെയ്തു. പക്ഷെ ആ സസ്പെൻഡ് ചെയ്ത ആള് 3 മാസം കഴിഞ്ഞപ്പോൾ എല്ലാ ആനുകൂല്യത്തോടു കൂടി ഇറങ്ങിപ്പോയി. ഇതെവിടെ പറ്റും? പണമുള്ളവന് കയ്യൂക്ക്. ഇനി നിങ്ങൾ എടുത്തു നോക്കൂ ഇതിലെ രാഷ്ട്രീയം. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ ഭരിക്കുന്ന പാർട്ടിക്കാരോടും പറയാണ്, ഇതില് പ്രതിപക്ഷത്തിരിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടെന്ന് വെക്കുക, അവർക്ക് ഈ ഉപകാരം ചെയ്തു കൊടുത്താൽ ഇത് ഭരണപക്ഷത്തെ നാറ്റിക്കാൻ പറ്റിയൊരു അവസരം. അവൻ ചാടുന്നു. പിന്നെ പോലീസിന്റെ കഴിവൊന്നുമല്ല പിടിച്ചത്. ഒരു നിലയ്ക്കും കണ്ണൂരല്ല ഒരു പോലീസിനും കഴിവില്ല. കഷ്ടപ്പെട്ട് മീഡിയകൾ ഇത് ഫോട്ടോവും ഫോൺ നമ്പറും ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ വഴിയെ പോകുന്ന ഒരാൾ കാണുന്നു. അയാളും ഒരു ഓട്ടോ ഡ്രൈവറും കൂടി ഇവനെ പിന്തുടരുന്നു. ഇവൻ ഒരു മതിലെടുത്ത് ചാടി ഒരു പറമ്പിൻ്റെ ഉള്ളിൽ ഒളിക്കുന്നു. അവർ ഫോൺ ചെയ്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നു. ഇവിടെ എവിടെ പോലീസിന് കഴിവ്?
പോലീസ് വന്ന് എല്ലാം കഴിഞ്ഞ് കിണറ്റിൽ വീണ ഒരുവനെ പിടിച്ചോണ്ട് പോയിട്ട് അത് ഫയർഫോഴ്സ് വന്നാൽ പിടിച്ചോണ്ട് പോകാൻ പറ്റും. പോലീസിന്റെ കഴിവൊന്നുമല്ല. ഇനി പോലീസിന്റെ കഴിവില് പറയാച്ചാൽ അവര് പിടിക്കണമായിരുന്നു, ഇവരൊന്നുമില്ല. ഇതില് നമ്പ്യാരെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എല്ലാ ഇതിലും ഈ പറയുന്ന തടവുകാരെ ഉപദ്രവിക്കുന്ന കേസുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ CCTV ഫുട്ടേജ് നിങ്ങൾ പരിശോധിച്ചോളൂ. ഇപ്പൊ എക്സ്പ്ലനേഷൻ തന്ന അവിടുത്തെ, ഞാൻ മനസ്സിലാക്കിയത് കാസർഗോഡുകാരനായ ഒരാളാണ് അവിടുത്തെ സൂപ്രണ്ട് എന്നാ. അയാളുടെ എന്താ പണി? ഈ CCTV ഫുട്ടേജ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഉടനടി അറിയിച്ച് അത് ഇമ്മീഡിയറ്റ്ലി മാറ്റേണ്ട ആളാണ്. അയാൾ അത് ചെയ്തിട്ടില്ല. ഇപ്പൊ 4 പേരെയാണ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത്. 3 ഗേറ്റ് ഉണ്ട്, 3 ഗേറ്റ് കീപ്പേഴ്സും പോയിണ്ടാവും. ഏതെങ്കിലും ഒരു ഇവരെയൊക്കെ മോണിറ്റർ ചെയ്യണ ഒരാളും പോയിണ്ടാവും. എവിടെ പോയി ഇവിടുത്തെ ഇതിന്റെ സൂപ്രണ്ടന്റ്? അയാളല്ലേ ഈ CCTV ഫുട്ടേജ് കംപ്ലൈന്റ് ആണോ എല്ലാം നോക്കണം. ഇനി ഒരു കാര്യം കൂടി നോക്കിക്കോളൂ. ഇപ്പൊ ഒരു നമ്മുടെ BJPയുടെ വ്യക്തി പറഞ്ഞ പോലെ 3 ഡ്രസ്സ് മാറിയിരിക്കുന്നു. അതായത് സാധാരണ ജയിലിൽ വെള്ള ഷർട്ടും വെള്ളമുണ്ടും ഒരു പായയും മാത്രമാണ് കിട്ടുന്നത്. എവിടുന്ന് ഇയാൾക്ക് 7.5 മീറ്റർ പൊന്തി പോവാനുള്ള തുണി കിട്ടി? ബെഡ്ഷീറ്റിന് 7.5 മീറ്റർ ഉണ്ടോ നമ്പ്യാരെ? ബെഡ്ഷീറ്റിന് 7.5 മീറ്റർ ഉണ്ട്. ഒരു ബെഡ്ഷീറ്റ് തണുപ്പ് കാലമായിട്ട് ഒരു ബെഡ്ഷീറ്റ് കൊടുത്താൽ പോലും ആ ബെഡ്ഷീറ്റിന് 7.5 മീറ്റർ ഒന്നുമില്ല. 7.5 മീറ്റർ ഹൈറ്റ് ഉള്ളത് കെട്ടി അങ്ങോട്ട് എന്താ പഴയ കമാൻഡോ ആണോ ഇയാള്? അതോ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ മോഹൻലാലിന്റെ സിനിമ, അതിലാണല്ലോ ഈ റോപ്പിൽ കയറി രക്ഷപ്പെടുന്നത്. ഇതെല്ലാം ഓവർ രാഷ്ട്രീയം. താങ്കൾ പറഞ്ഞ പോലെ അത്രയും സമയമെടുത്ത് ഇത്രയും തുണികൾ കൂട്ടിക്കെട്ടിയാണല്ലോ വലിയ വട ഉണ്ടാക്കിയത്. അപ്പൊ അത്രയും സമയം ജയിലിനകത്ത് ചെലവഴിച്ചു. എന്നിട്ടും ജയിലിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ അതിശയത്തോടെയല്ലേ കാണാനാവും. അല്ല, അതാ ഞാൻ പറഞ്ഞ നമ്പ്യാരെ, ആളുകളെ മണ്ടന്മാരാക്കാൻ ഇവർക്ക് പറയാം. കാരണം ജയിലിൻ്റെ ഉള്ളിൽ ഒരു പായ കിട്ടും, തലോണ പോലുമില്ല, പായയാണ് കിട്ടുക, ബെഡ്ഷീറ്റ് ഒന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഇദ്ദേഹം വയ്യാതിരിക്കണം. അങ്ങനെയാണെങ്കിലും ഇദ്ദേഹത്തെ ജയിലിൻ്റെ ഉള്ളിൽ എല്ലാ സെൻട്രൽ പ്രസിഡന്റ് ഉള്ളിലും ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് മാറ്റുക ചെയ്യുക. അല്ലാതെ ഇയാൾക്ക് കമ്പിളി പുതപ്പും കിടക്കിയും മെത്തയും ഒന്നും കൊടുക്കില്ല. അപ്പൊ പായ മാത്രം കിട്ടുന്ന ഒരാള് ഇതിൽ കടന്നു പോകണമെങ്കിൽ അതും പോട്ടെ, 3 ഗേറ്റ് എന്താ പറയാ ഉപ്പ് വെച്ച് പൊട്ടിച്ചു എന്ന് പറയാൻ നാണമില്ലേ ഇവർക്ക്? ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇതിലൊരു ഭരണപക്ഷ പങ്കാളിത്തം ഇതിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണം ചെയ്യണം. അതല്ലെങ്കിൽ ഇയാള് പോയത് മുഴുവൻ, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. കാരണം ജയിലിലെ ഉദ്യോഗസ്ഥരെ 10-25 കൊല്ലമായിട്ട് വക്കീൽ പണി അറിയാവുന്നവരാ. അപ്പൊ ആ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഈ ജയിലിലെ ഉദ്യോഗസ്ഥർ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒരു 8 മണി കഴിഞ്ഞാൽ ഒരുവിധ ഉദ്യോഗസ്ഥരൊക്കെ മദ്യപിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വർക്ക് ചെയ്യുന്നവരാണ് മദ്യപിക്കുന്നത്. ഇപ്പൊ മദ്യവും കഞ്ചാവും എത്തിക്കുക എന്ന് പറയുമ്പോൾ തവനൂർ പ്രസറിൽ എൻ്റെ ഒരു പ്രതി കിടക്കുന്നുണ്ട്. അദ്ദേഹം പരാതി കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് പരാതി കൊടുത്തു. ആ പാവം പരാതി കൊടുത്തതിന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇവൻ്റെ മെക്കട്ടിക്കുക. അവസാനം ഞാൻ വിവരാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടു, വല്ല പരാതികൾ വല്ലവരും തന്നിട്ടുണ്ടോ, നടപടി എന്താണ് എടുത്തത്? മറുപടിയില്ല. ആ ഉദ്യോഗസ്ഥൻ ഇപ്പോ വിയൂർ സെൻട്രൽ പ്രസിഡന്റ് വന്ന് അവിടെയും ഇതേ നടപടികളാണ്. പക്ഷെ എന്താ കാര്യം? ആരെങ്കിലും ഒരു ഇൻമേറ്റ് ഇതിലൊരു കള്ളത്തരം കണ്ടാൽ അത് പരാതി കൊടുത്താൽ ഇവരൊക്കെ ഒത്തിട്ട് പിന്നെ ആ കടക്കുന്ന പുള്ളിയെ ഉപദ്രവിക്കും. പണം ആവശ്യപ്പെടാത്ത ഏത് ജയിലറാ എല്ലാവിടെയും ഉണ്ട്. അതായത് സാമ്പത്തികമായിട്ട് നല്ല സ്വാധീനമുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുക, അവർ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉപദ്രവിക്കുക. ഒരു വെൽഫെയർ ഓഫീസർ ഉണ്ട്, അയാളുടെ ജോലി സ്റ്റാഫുകളുടെ വെൽഫെയർ അല്ല, പ്രതികളുടെ ആരോഗ്യം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ്. അതും ശ്രദ്ധിക്കില്ല, അവിടെ പോയി പരാതി കൊടുത്താൽ പോലും പറ്റില്ല. പിന്നെയുള്ളത് ജില്ലാ ജഡ്ജിമാർക്ക് എല്ലാ ജയിലുകളിലും എവിടൊക്കെ ജയിലുണ്ടോ ഒരു ബോക്സ് ഉണ്ട്, അത് ജില്ലാ ജഡ്ജിമാർക്ക് ഇടേണ്ടതാ. ഒരു സൂപ്രണ്ടും വെൽഫെയർ ഓഫീസർക്കും അത് നോക്കാനുള്ള അധികാരമില്ല. ഈ ജില്ലാ ജഡ്ജിമാരെന്ത് ചെയ്യും? ഇത് തുറന്ന് ഇതെത്തിക്കാൻ അവിടുത്തെ ജയിൽ അതോറിറ്റീസോട് പറയും. അല്ല അഡ്വക്കേറ്റ് പ്രമോദ് അങ്ങനെ ജില്ലാ ജഡ്ജി ജയിലിലെത്തിയപ്പോൾ, തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തിയപ്പോഴാണല്ലോ ആ ഷെറിൻ്റെ സഹതടവുകാരിയുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടത്. പരാതി കണ്ടത് ഉടൻ തന്നെ പിന്നെ സെല്ല് പരിശോധിക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ അവിടെ മൊത്തം ഇവരുടെ മേക്കപ്പ് മെറ്റീരിയൽസാണ്. മാത്രമല്ല കൃത്യമായിട്ട് പറഞ്ഞു 7 മണി കഴിഞ്ഞാൽ
അതായത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും 7 മണി കഴിഞ്ഞാൽ ഈ ഷെറിൻ മാത്രം പുറത്തേക്ക് പോന്നു. അവർ പേരെടുത്ത് പറഞ്ഞു, അന്നത്തെ DIG പ്രദീപിന്റെ പേരെടുത്ത് പറഞ്ഞു. അതൊന്നും അതൊന്നും ചർച്ചയായില്ല, അതിലൊന്നും അന്വേഷണം നടന്നില്ല. എന്നിട്ടോ ഈ ഷെറിനെ തുറന്നു വിടുകയും ചെയ്തു. ഇതാണ് സംഭവിക്കുന്നത്. പരാതി പറഞ്ഞതിന് ഈ തടവുകാരിയുടെ പേരിൽ നടപടിയെടുക്കാൻ പോലും തീരുമാനിച്ചു. അതാണ് ജയിലിൽ സംഭവിക്കുന്നത്. നമ്പ്യാർജി, ഇപ്പൊ ഞാൻ ഈ മീഡിയയിൽ ഇരുന്നാണ് പറയുന്നത്. അതായത് ഈ DIG പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. ഇനി ഞാൻ നമ്പ്യാർജിയോട് പറയട്ടെ, മധ്യമേഖല DIG ആണ് 3 സ്ത്രീ മധ്യമേഖല DIG 3 സ്ത്രീകളെയും കൊണ്ട് റിമാൻഡ് ഓഫീസറെ കാണാൻ പോയി. ഇവിടെ ഒരു FIR ഇട്ടോ. ഇനി പറഞ്ഞതെന്താ, സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാനും എന്താ പറയാ പോവാൻ സ്ഥലമുണ്ടായിരുന്നില്ല. തെറ്റ്. കാക്കനാട് ജയിലിന്റെ പുറത്ത് സന്ദർശകർക്ക് പോവാൻ വേറെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോഴാണ് ഈ തോന്നിവാസം. അപ്പോ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് ഈ ഉദ്യോഗസ്ഥരാണ്. താഴെക്കടയിൽ ആളെ പിടിച്ചിട്ട് കാര്യമില്ല. ഒരു FIR ഇടാനുള്ള ആർജവം അന്ന് ചെയ്തില്ല. തൊട്ടതിനും പിടിച്ചതിനും ഇടപെടുന്ന, ഇപ്പൊ ഹൈക്കോടതി സുപ്രീം കോടതി വരെ ശിക്ഷിച്ച ഒരാളാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യാലോ, അതുപോലും ചെയ്തില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ജില്ലാ ജഡ്ജി, നല്ല ജില്ലാ ജഡ്ജിമാരുണ്ട്. പക്ഷേ മറിച്ച് ജയിലിൽ നിന്ന് വരുന്നതും പോലീസുകാർ പറയുന്നതും അതുപോലെ വിഴുങ്ങുന്ന ജില്ലാ ജഡ്ജിമാരും ഉണ്ട്. ഞാൻ വക്കീലാണ്, നിന്നുകൊണ്ട് പറയുന്നു. ഇപ്പൊ തൃശ്ശൂര്, ഇപ്പോ തവനൂർ ജയിലിൽ നിന്ന് എൻ്റെ ഒരു പ്രതി കഷ്ടപ്പെട്ട് ലാസ്റ്റ് പരാതി കൊടുത്ത് ലാസ്റ്റ് എന്താ പറയുക തൃശ്ശൂർ ജയിലിൽ വന്നു. ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ തവനൂരിൽ നിന്ന് ഇപ്പം മാറ്റി തൃശ്ശൂര് നിരന്തരം പൈസ ചോദിക്കുകയാണ്. കൊടുത്തില്ല. ഇത് ആരോടാ പരാതി പറയാ? ജയിൽ സൂപ്രണ്ടിനോട്. പറഞ്ഞപ്പോ തവനൂര് പറഞ്ഞപ്പോ അത് അപ്പം തന്നെ ഉദ്യോഗസ്ഥൻ അറിഞ്ഞു. ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയെങ്കിലും പുറത്ത് വെച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞ് വിളിപ്പിച്ച് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കണം. അപ്പോഴും എന്താ, കുറ്റകൃത്യം ചെയ്ത് കിടക്കുന്നവനാ, അവനെ കാണുന്ന വേറെ കണ്ടോട്. അത് ശരിയായ നടപടിയല്ല. ഈ കള്ളത്തരം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ച് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇവരെന്തിനാണ് ഇരിക്കുന്നത്? നമ്പ്യാരൊന്ന് ആലോചിക്കൂ, 3 ഗേറ്റ് എങ്ങനെ അയാൾ കടന്നു? അതിന് ഉത്തരവില്ല ജയിൽ സൂപ്രണ്ടിന്. നിങ്ങൾ മീഡിയ ദയവ് ചെയ്ത് ഈ ജയിൽ സൂപ്രണ്ടിനെ ഒന്ന് കാണണം. അയാളുടെ അടുത്ത മണ്ടത്തരം കൂടി വരട്ടെ പുറത്ത്. എത്രയോ താൽക്കാലിക ജീവനക്കാർ, ഞാൻ നമ്പ്യാർജിയോട് പറയാം, ഈ താൽക്കാലിക ജീവനക്കാർ വഴിയാണ് തടവുകാരനായ ചാർലി ജയിൽ ചാടിയ സമയത്ത് ജയിൽ ADGP, ജയിൽ മേധാവി, സംസ്ഥാന ജയിൽ മേധാവി കണ്ണൂരിലുണ്ടായിരുന്നു. എനിക്കറിയില്ല അദ്ദേഹം എന്തെങ്കിലും പരിപാടി പങ്കെടുക്കാൻ വന്നതാണോ. അദ്ദേഹം ഉടനടി കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ രഞ്ജിത്ത്, നേരത്തെ ശ്രീ കൃഷ്ണകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു റൊട്ടീൻ തിങ് ആണ്. മീൻസ് ജയിലിൽ നിന്ന് പലരും പുറത്തു പോകുന്നു. അതുകൊണ്ട് അതൊരു പതിവ് നടപടിക്രമമായതുകൊണ്ട് കാര്യമായിട്ട് അതിലൊന്നും ശ്രദ്ധ പതിപ്പിച്ചില്ല. അങ്ങനെ തന്നെയല്ല മനസ്സിലാക്കേണ്ടത്. കാരണം പണ്ട് കേട്ടിട്ടുണ്ട്, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ശിക്ഷിക്കപ്പെട്ട് കിടന്നവർ പുറത്തിറങ്ങി ചില ഓപ്പറേഷനുകളിലൊക്കെ പങ്കെടുത്തതിൻ്റെ വാർത്തകളൊക്കെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് സംശയിക്കാമല്ലോ. നേരത്തെ അതിനു മുമ്പ് ഒരു കാര്യം, നേരത്തെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറഞ്ഞതിലാണ് ഞാൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഗവൺമെൻറ്റിന്, അതായത് ഭരണാധികാരികൾക്ക് ഈ ഗോവിന്ദച്ചാമി പുറത്തു പോകണം, അല്ലെങ്കിൽ ആ കേസിൽ അത് അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, മറിച്ച് ഇതിൻ്റെ ഉത്തരവാദി ജയിൽ അധികൃതരാണെന്ന് പറഞ്ഞു. ശരിക്കും ഗോവിന്ദച്ചാമിയുടെ കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വലിയ ദുരൂഹത, LDFിൻ്റെ ഗവൺമെൻറ്റിൽ വലിയ ദുരൂഹത നമുക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കാൻ കഴിയില്ല. കാരണം 2011 സൗമ്യ എന്ന് പറഞ്ഞ് 23-കാരിയെ ഓടുന്ന ട്രെയിനിൽ വെച്ച് വനിതാ കമ്പാർട്ട്മെൻറ്റ് കയറി വണ്ടിയിൽ നിന്നും തള്ളിയിട്ട് അതിനുശേഷം ഗോവിന്ദച്ചാമിയും കൂടെ ചാടി ആ കുട്ടിയെ കുറ്റിക്കാട്ടിൽ വെച്ച് മൃഗീയമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷിക്കേറ്റ ഏറ്റവും വലിയ ഒരു മുറിവായിട്ടാണ് അന്ന് കേരളീയ പൊതുസമൂഹം ആ സംഭവത്തെ കണ്ടത്. ഈ സംഭവത്തിൻ്റെ നാൾവഴികൾ നോക്കുന്ന സമയത്ത്
അതിനുശേഷം തൃശ്ശൂർ അതിവേഗ കോടതിയാണ് ഈ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഇതേ വധശിക്ഷ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഈ കേസിന് വധശിക്ഷ വിധിച്ചു. പക്ഷേ സുപ്രീം കോടതിയിൽ കേസ് എത്തിയ സമയത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കേസിൽ ഗവൺമെൻറ്റിൻ്റെ ഗൗരവമില്ലായ്മയാണ് നമുക്ക് സുപ്രീം കോടതിയിൽ കേസിൽ സമയത്ത് കാണാൻ സാധിച്ചത്. സുപ്രീം കോടതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു. അത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പൊതുബോധത്തെ കാര്യമായി ബാധിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ കഴിവില്ലായ്മയാണ്. അതായത് LDF സർക്കാരിൻ്റെ രാഷ്ട്രീയപര പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ടീമിനെ സുപ്രീം കോടതി നിയമിച്ചു. ആ പുതിയ ടീമിൽ പോലും, അതായത് ഹൈക്കോടതിയിൽ കേസ് വാദിച്ച അഭിഭാഷകനെ, അദ്ദേഹത്തിൻ്റെ പേര് MA സുരേഷ്, അദ്ദേഹത്തിനെ ആ കോടതിയിൽ ആ ടീമിൽ പോലും ഈ ഗവൺമെൻറ് നിയോഗിച്ചിട്ടില്ല. അപ്പം അന്ന് തന്നെ ഈ കേസിനെ കുറിച്ച് ഒരു ദുരൂഹത നിലനിൽക്കുകയാണ്. ഗോവിന്ദചാമിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എന്തോ ഒരു ശ്രമം LDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി MA ബേബി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗോവിന്ദചാമിയുടെ കേസിൽ തന്നെ വധശിക്ഷ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, അതൊരു പ്രാകൃതമായ ഒരു രീതിയാണ്, അതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്നൊക്കെ അദ്ദേഹം ഈ ഗോവിന്ദചാമിയുടെ കേസിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കേസിലെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ഗവൺമെൻറ്റിൽ ഈ പിണറായിയുടെ ഗവൺമെൻറ്റിന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നും ഗോവിന്ദചാമിയെ പുറത്തു വിടണം എന്ന് ആഗ്രഹമുണ്ടെന്നാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് ഗോവിന്ദചാമി എന്നൊരു ചെറിയൊരാളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ കേസ് ബാധിച്ചത് ആളൂരിനെ പോലുള്ള വലിയ അഭിഭാഷകരാണ്. ഈ കേസ് സുപ്രീം കോടതിയിൽ പോകുന്ന സമയത്ത് ലക്ഷങ്ങൾ വേണം സുപ്രീം കോടതിയിൽ. അപ്പം ഗോവിന്ദചാമിയുടെ പുറകിൽ ഒരു വലിയൊരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം ഗോവിന്ദചാമിയുടെ കേസിൻ്റെ നാൾവഴികളെല്ലാം തന്നെ കാണുന്ന സമയത്ത് നമുക്കതാ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാത്ത ഗോവിന്ദചാമി ഒരു VIP ശിക്ഷ അനുഭവിക്കുന്ന ഒരാളെ പോലെയാണ്. അദ്ദേഹം എന്ന് പോലും അവനെ പറയാൻ പാടില്ല, ഒരു കൊടും ക്രിമിനൽ. ആ കൊടും ക്രിമിനലിനെ കോടതിയിൽ വരുന്ന സമയത്ത് അദ്ദേഹം ആ ക്രിമിനലിന് പാൻസും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് പ്രായം തന്നെ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു രീതിയാണ്. നമ്മൾ ഗവൺമെൻറ് തന്നെ ഈ ഗോവിന്ദചാമിയെ തീറ്റിപ്പോറ്റുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കേരളത്തിൻ്റെ മനസാക്ഷിക്കേറ്റ വലിയ മുറിവാണ്. കാരണം കേരളീയ പൊതുസമൂഹം ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനലിനോട് ഈ ഗവൺമെൻറ് കാട്ടുന്ന നിലപാടിനെ കുറിച്ച് ആ കാലത്ത് ചർച്ചയുണ്ടായിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ഭാഗത്ത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പം ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും സുലഭമായി നടക്കുന്ന ഒരു സെൻട്രൽ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഇപ്പോൾ കരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ, ആ ഷെറിൻ അവർ പുറത്തു വിട്ടു. ഷെറിന് ഇളവ് നൽകി പുറത്തു വിട്ടു. ഈ ജയിലിലുള്ള ഉപദേശക സമിതി അംഗമായ സരളാദേവി, അവരെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഈ കണ്ണൂർ ജില്ലാ മുൻ ജില്ലാ പ്രസിഡന്റാണ്. അവരാണ് സൈൻ ചെയ്തിരിക്കുന്നത്. എന്താ സൈൻ ചെയ്തിരിക്കുന്നത്? ഈ ഷെറിൻ നല്ല സ്വഭാവശുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അവരെ പുറത്തു വിടുന്നതിന് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, അവർ നല്ല സ്ത്രീയാണെങ്കിൽ പുറത്തു വിട്ടോട്ടെ. പക്ഷേ ഇതേപോലെ 20 വർഷത്തിലധികമായി കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിട്ടുന്ന ഒരുപാട് വനിതകളുണ്ട്. അവരുടെ പുറകിൽ അദൃശ്യ ശക്തികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിന്ന് ജയിലിൽ കിടക്കുകയാണ്. ഈ ഷെറിനെ മോചിപ്പിച്ചതിലൂടെ തന്നെ കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർക്ക് പോലും വ്യക്തിപരമായി ഷെറിൻ കേസിൽ ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. അത് തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം ഷെറിൻ അവിടെ താമസിച്ചതും കഴിഞ്ഞ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വരുന്നതിന് മുമ്പ് താമസിച്ച ജയിൽ ശിക്ഷിക്കപ്പെട്ട് താമസിച്ച ജയിലിൽ അവർക്ക് ഒരു VIP പരിഗണന കൊടുത്തിരിക്കുന്നത്. അവർ ജയിൽ ചട്ടങ്ങൾ അനുസരിച്ചിട്ടല്ല അവിടെ ജീവിച്ചത്. അവിടെ അവർക്ക് സൗന്ദര്യവൽക്കരണ വസ്തുക്കൾ, അതുപോലെ തന്നെ അവരിടുന്ന ഡ്രസ്സുകൾ ജയിലിൽ വെള്ളയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതൊരു നമ്പറിട്ട ഡ്രസ്സാണ്. പക്ഷേ ഷെറിൻ ഉപയോഗിച്ചിരിക്കുന്നത് അവർക്ക് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല മുന്തിയ ഇനം ഡ്രസ്സുകൾ മാത്രമല്ല. നേരത്തെ ഗുരുതരമായ ആരോപണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ഒരു സ്ത്രീ തടവുകാരി, പുരുഷ തടവുകാരനല്ല, ഒരു സ്ത്രീ തടവുകാരി രാത്രി
അവർ സെല്ലിൽ നിന്നും പുറത്തു പോവുകയാണ്. രാവിലെയാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ആരാണ് അവരെ സെല്ലിൽ നിന്നും പുറത്തു കൊണ്ടുപോകുന്നത്? ആരാണ് അവരെ തിരിച്ചു കൊണ്ടുപോകുന്നത്? ആർക്ക് വേണ്ടിയാണ് അവർ പുറത്തു പോകുന്നത്? ഇതൊക്കെ തന്നെ അന്വേഷണ വിധേയമാകണ്ടേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുത്തഴിഞ്ഞ രീതിയിലാണ് നമ്മുടെ ജയിലുകളുള്ളത്. കുത്തഴിഞ്ഞ രീതിയിലാണ്. അത് ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇതാണ് നമ്മുടെ സെൻട്രൽ ജയിലിൽ നടക്കുന്നത്. ഇപ്പം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിങ്ങൾ നോക്കൂ, ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ, കൊടിസിനി അടക്കമുള്ള ആളുകൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ, അവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇരുന്നു കൊണ്ട് പുറമെ പല ബിസിനസ്സുകളും കൈകാര്യം ചെയ്യാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് പോലും ചില ആളുകളുടെ ഈ ജയിലുകളിൽ കിടക്കുന്ന പ്രതികൾ നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇതിന് അങ്ങനെ അവർക്ക് ഏതെങ്കിലും ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ്റെ മാത്രം സപ്പോർട്ടോടുകൂടി ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ധരിക്കുന്നത് ഞങ്ങളൊക്കെ മണ്ടന്മാരാണോ? അല്ല. കാരണം ഇതൊക്കെ രാഷ്ട്രീയപരമായ സപ്പോർട്ടില്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. കാരണം CPM-ന്റെ പല ക്രിമിനലുകളും ഈ കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തിലും എല്ലാം തന്നെ പങ്കാളികളായത്. കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര സംഭവം നടന്നിട്ടുണ്ട്. പാർട്ടിക്ക് തന്നെ വലിയൊരു തലവേദന വന്ന സംഭവം നടന്നിട്ടില്ലേ കണ്ണൂർ ജില്ലയിൽ? ഇവരെ എല്ലാം തന്നെ പാർട്ടി സംരക്ഷിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ. ഇവരെ പുറത്തുനിന്ന് പാർട്ടി സംരക്ഷിക്കുന്നു, ജയിലിൽ പോയാൽ അവരെ സംരക്ഷിക്കുന്നു, അവർക്ക് വീട് വെച്ച് നൽകുന്നു. എന്തിനേറെ പറയുന്ന, കഴിഞ്ഞ തവണ നമ്മളിപ്പോൾ ബാലസംഘത്തിൻ്റെ, ഇപ്പം അടുത്ത ദിവസം നടന്നതാ, ബാലസംഘത്തിൻ്റെ ഒരു പരിപാടിയിൽ ജയിൽ ശിക്ഷ, ഒരു കൊലപാതക കേസിൽ 2 കേസിൽ BJP പ്രവർത്തകരായ 2 പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ശ്രീജിത്ത്, അങ്ങനെയാന്ന് തോന്നുന്നു അവൻ്റെ പേര്. അവർ ബാലസംഘത്തിൻ്റെ ഒരു യോഗത്തിൽ പാട്ടുപാടി കുട്ടികൾക്ക് പാട്ടുപാടി രസിപ്പിക്കുകയാണ്. എന്ത് മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്? അപ്പം ജയിലുകളിൽ കിടക്കുന്ന പ്രതികളെ സംബന്ധിച്ചോളം അവർക്ക് വീണ്ടും വീണ്ടും കുറ്റം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ കുറ്റം ചെയ്തോളൂ, നിങ്ങൾ ജയിലിൽ കിടന്നോളൂ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ വരുത്തില്ല, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് പുതിയ ജയിൽ. ഇപ്പം കണ്ണൂർ ജില്ലയിലെ ഒരുവിധം CPM-ന്റെ എല്ലാ ജയിൽ പുള്ളികൾക്കും, അതായത് ഈ ക്രിമിനലുകൾക്കും CPM പാർട്ടി വീട് വെച്ച് നൽകി. അവരുടെ ഈ ഗൃഹപ്രവേശന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാർ, MP ജയരാജൻ അടക്കമുള്ള, P ജയരാജൻ അടക്കമുള്ള അങ്ങനെയുള്ള സംസ്ഥാന നേതാക്കന്മാരാണ് ആ ഗൃഹപ്രവേശന ചടങ്ങിലെല്ലാം പങ്കെടുക്കുന്നത്. അവരുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നു. ക്രിമിനലുകളായ ഈ പറയുന്ന ഈ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ കല്യാണം നടക്കുന്നു. ആ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, അവർക്ക് വീടെടുത്ത് കൊടുക്കുന്നു. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവിധ സഹായങ്ങളും CPM-ന്റെ ഇത്രയും ക്രിമിനലുകൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. P ജയരാജൻ എന്തിനാണ് ആഴ്ചയിൽ ഒരിക്കൽ ജയിലിൽ പോകുന്നത്? ഒരു ഉപദേശക സമിതി അംഗം, ഒരു അഡ്വൈസറി ബോർഡ് മെമ്പർക്ക് എന്തിനാണ് ആഴ്ചയിൽ ഇങ്ങനെ ജയിലിൽ പോകേണ്ട കാരണം എന്താ? അദ്ദേഹം CPM-കാരുടെ മാത്രം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടവരാണോ ഒരു അഡ്വൈസറി മെമ്പർ ആകുമ്പോൾ, ഒരു ഗവൺമെന്റ് നിശ്ചയിക്കുന്ന സമയത്ത്? അല്ലല്ലോ. അദ്ദേഹം എല്ലാവരുടെയും കാര്യം നിശ്ചയിക്കേണ്ടതല്ലേ? പക്ഷേ CPM-ന്റെ പ്രതികളുടെ സുഖവിവരം അന്വേഷിക്കാൻ പോകുന്നു. അവരെ ആരെങ്കിലും എത്രയോ സംഭവം നടന്നിട്ടുണ്ട്. കാരണം പല നിഷ്പക്ഷമായുള്ള പ്രവർത്തിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ ഒരു കാരണവശാലും അവിടെ ഡ്യൂട്ടിക്ക് ഇടാറില്ല. കാരണം CPM അനുഭാവികളായ അല്ലെങ്കിൽ CPM-ന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് ഇതൊക്കെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജയിലുകളെല്ലാം തന്നെ കുത്തഴിഞ്ഞ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു ഇടത് കൈയില്ലാത്ത ഇന്നൊരു ജയിലിൻ്റെ ഒരു അധികാരി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തെങ്ങിൻ്റെ മുകളിൽ കയറാറുണ്ട്, അത്രയും പവർഫുള്ളാണെന്നുള്ളത്. തെങ്ങിൻ്റെ മുകളിൽ കയറാറ്. കേരളത്തിലെ ജനങ്ങൾക്ക്, കണ്ണൂരിലെ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ഇതിൽ ഒന്നുകിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ നല്ല രീതിയിലുള്ള പിന്തുണ, സഹായം, ഈ പ്രതിക്ക് ജയിലിൽ ചാടാനുള്ള സഹായം കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഒരു സംശയം പറഞ്ഞത്. കാരണം ഇന്ന് രാവിലെ പുറത്തുവിട്ട ചിത്രം, ഈ ഗോവിന്ദചാമിയുടെ ചിത്രം, ആ ചിത്രം പഴയ ചിത്രമാണ്. ആ മുടിയൊന്നും ഇല്ലാത്ത ഒരു കുറ്റിമുടി വെച്ചിരിക്കുന്ന ചിത്രമാണ് ഗോവിന്ദചാമിയുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ലൈവായുള്ള ചിത്രം, അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കസ്റ്റഡി പിടിച്ച സമയത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള താടിയുണ്ട്. ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണത്, താടി വെക്കാൻ പാടില്ല. പക്ഷേ ഗോവിന്ദചാമി പറഞ്ഞിരിക്കുന്നത്, ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്, ഗോവിന്ദചാമിക്ക് ബ്ലേഡ് ഷേവ് ചെയ്യുന്ന സമയത്ത്, ബ്ലേഡ് തട്ടുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് ഷേവ് ചെയ്യുന്നില്ല. 3 മാസമായി അദ്ദേഹം ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞു പോകുന്നു, നമ്മൾ അറിയാതെ, നമ്മൾ അങ്ങനെയാണല്ലോ ഒരാളെ കുറിച്ച് പറയുന്ന സമയത്ത് അറിയാതെ പറഞ്ഞു പോവുക. കാരണം ഈ 3 മാസമായി ഇതിന്റെ തയ്യാറെടുപ്പിലാണ് പോലീസ് പറയുന്നത്. എന്തുകൊണ്ട് ജയിൽ അധികാരികൾ ഈ തയ്യാറെടുപ്പ് കാണുന്നില്ല? 3 മാസമായി അരി ഭക്ഷണം കഴിക്കാറില്ല, 3 നേരവും ചപ്പാത്തി കഴിക്കുകയാണ്. എന്തിനാ ചപ്പാത്തി കഴിക്കുന്നത്? വണ്ണം കുറക്കാൻ വേണ്ടിയാണ് ചപ്പാത്തി കഴിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ വധശിക്ഷ വിധിച്ച സമയത്തെല്ലാം തന്നെ ഈ ഗോവിന്ദചാമിയുടെ ഫോട്ടോ നല്ല സുന്ദരനായ അല്ലെങ്കിൽ തടിച്ചു കൊടുത്ത
3ഉം 4ഉം നേരം ഇറച്ചി കഴിച്ച് നല്ല തടിച്ചു കൊടുത്ത ഒരു ക്രിമിനലിന്റെ ഫോട്ടോ, ആ ഫോട്ടോ ആയിരുന്നില്ല ഇന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് ഒട്ടി മെലിഞ്ഞ ഒരു രൂപമാണ്. എന്തിനാ ഇത് അവൻ മെലിഞ്ഞത്? ഈ 2 ജയിലഴികൾ മുറിച്ച സമയത്ത് അതിലൂടെ കടക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്ലാനിങ്, മുൻകൂട്ടിയുള്ളൊരു പ്ലാനിങ് ആണ് നമുക്ക് അവിടെ പോലും കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്നിട്ട് 3 വാതിലുകൾ കടന്നതിന് ശേഷമാണ് ഈ വലിയ 7.5 മീറ്റർ നീളമുള്ള വലിയ മതിൽ കയറുന്നത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്താ? അവിടെ ജയിലിൽ നിന്നും മോചനം നേടിയ ആളുകൾ ഉപയോഗിച്ച തുണികൾ, അവരുടെ മുണ്ടുകൾ, അവരുടെ ബെഡ്ഷീറ്റുകൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു കയറ് പോലെ ആക്കിയിട്ടാണ് കടന്നത്. 2 വീപ്പകളുടെ മുകളിൽ. ഞാൻ ചോദിക്കട്ടെ, ഓരോ സമയത്തും ഇത്രയും അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ അല്ലെങ്കിൽ അതീവ സുരക്ഷയുള്ള ഒരു ബ്ലോക്ക്, 10ാം ബ്ലോക്കിൽ ഇത്രയും സുരക്ഷയുള്ള സ്ഥലത്ത് നിന്നും 2 വീപ്പ് എടുത്തു വെച്ചു. ദിവസങ്ങളോളം ഞാൻ ചോദിക്കട്ടെ മറ്റൊരു കാര്യം കൂടി, ഇവിടെ നിന്ന് ഈ ഒഴിഞ്ഞു പോകുന്ന, അതായത് ശിക്ഷ കഴിഞ്ഞു പോകുന്ന ആളുകളുടെ തുണി എല്ലാം തന്നെ ഗോവിന്ദചാമിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇതൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ജയിലധികൃതർ മനസ്സിലാക്കില്ലേ? കാരണം നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ജയിലിൽ പോകുന്ന സമയത്ത് ഒരു പായ കിട്ടും, അതുപോലത്തെ ഒരു മൊന്ത കിട്ടും, 2 മൊന്ത കിട്ടും, അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് കിട്ടും, അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റ് കിട്ടും. ഇതാണ് സാധാരണഗതിയിൽ ഈ ജയിലിൽ കൊടുക്കുന്ന പ്രതികൾക്ക് കൊടുക്കുന്ന, ശിക്ഷാ തടവുകാർക്ക് കൊടുക്കുന്ന ഈ സാധനങ്ങൾ. ഈ ഗോവിന്ദചാമി ജയിലഴികൾ മുറിക്കുന്നതിന് വേണ്ടി മൂർച്ചേറിയ ആയുധം എവിടെ നിന്നാണ് ആയുധം കിട്ടിയിരിക്കുന്നത്? പറയണം ജയിൽ അധികാരികൾ. അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ജനങ്ങളോട് മറുപടി പറയണം. എവിടെ നിന്നാണ് ഗോവിന്ദചാമിക്ക് ഈ കമ്പി മുറിക്കാൻ വേണ്ടി ആയുധം കിട്ടിയിരിക്കുന്നത്? ആരാണ് കൊടുത്തിരിക്കുന്നത്? അതിന് അധികാരികൾ പറഞ്ഞു, അവർക്ക് അതിന് മറുപടിയാണ്. അവർ പറഞ്ഞു കുറേ മുമ്പ് അവിടെ ഈ വെൽഡിങ്ങിൻ്റെ തൊഴിലാളികൾ അവിടെ ചെറിയ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി വന്ന സമയത്ത് അവർ വെച്ച് മറന്നുപോയ ബ്ലേഡ്, അത് ഗുരുതരമായൊരു വീഴ്ചയല്ലേ? ഗുരുതരമായ വീഴ്ചയല്ലേ? ഒരു മൂർച്ചയേറിയ ആക്സോ ബ്ലേഡ് അവിടെ വെച്ചിട്ട് പോകുമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അതുകൊണ്ട് ജയിലധികാരികൾ മാത്രമല്ല, ജയിലധികാരികൾ ഇത്തരത്തിൽ മൗനാനുവാദം നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രീയപരമായ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള അതിൽ യാതൊരു സംശയവും വേണ്ട. രാഷ്ട്രീയപരമായ സപ്പോർട്ടുണ്ട്. രാഷ്ട്രീയപരമായ സപ്പോർട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഗോവിന്ദചാമിക്ക് ഇറങ്ങി വരാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ജയിലിൽ നിന്നും ഹൈവേയുടെ, നമ്മുടെ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അവിടെ നേരിട്ട് ചാടിയിട്ട് ഏതെങ്കിലും ഒരു ലോറിക്ക് കൈനീട്ടി, സാധാരണഗതിയിൽ ആളുകൾ അങ്ങനെ ചെയ്യുമല്ലോ, ലോറിക്ക് കൈനീട്ടിയിട്ട് മറ്റും ഈ ഗോവിന്ദചാമി ആ ലോറിയിൽ കയറിയിട്ടെങ്കിൽ അയാൾ ഈ കേരളത്തിൻ്റെ സംസ്ഥാനം തന്നെ വിട്ടിട്ടുണ്ടാവും. ഇനി അല്ലെങ്കിൽ തളാപ്പ് എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ 3 കിലോമീറ്ററിനടുത്താണ്, ജയിലിൻ്റെ തൊട്ടടുത്താണ് തളാപ്പ് എന്ന് പറയുന്ന പ്രദേശം. ഈ തളാപ്പ് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും ഗോവിന്ദചാമി പിടിക്കപ്പെട്ടില്ലെങ്കിൽ 1 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ബസ് സ്റ്റാൻഡായി. അതിനുശേഷം 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ എവിടെ എത്തി? നടന്നാൽ മതി, അത്രയും ദൂരമുള്ളൂ. നടന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലായി. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ രാവിലെ മുതൽ ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള ട്രെയിനുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ട്രെയിനുണ്ട്, ഒരുപാട് ട്രെയിനുണ്ട്, മംഗലാപുരത്തേക്ക് ട്രെയിനുണ്ട്. ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഈ ഗോവിന്ദചാമിയെ പിടിക്കാൻ സാധിക്കുമോ? ഇത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് പോലീസ് പറയുന്നത്. പോലീസ് പിടിച്ചു. ആരാ പോലീസ് പിടിച്ചത്? പോലീസ് പിടിച്ചിട്ടില്ല, ഒരു മണ്ണാങ്കട്ടിയും പിടിച്ചിട്ടില്ല. പോലീസ് പിടിച്ചിട്ടില്ല. ആരാ പിടിച്ചത്? നാട്ടുകാർ കാണിച്ചു കൊടുത്തു. നാട്ടുകാർ, അതിൽ മീഡിയ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ മലയാളം മീഡിയ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അത് ആ സ്പോട്ടിൽ തന്നെ ഗോവിന്ദചാമിയുടെ പലതരത്തിലുള്ള ഫോട്ടോകൾ മീഡിയ പുറത്തുവിട്ടു. ഗോവിന്ദചാമി മനസ്സിലാവുന്ന രീതിയിലുള്ള അയാളുടെ ഐഡന്റിഫിക്കേഷൻ, അയാളുടെ ഇടത് കൈ മുറിഞ്ഞതായി മീഡിയ പുറത്തുവിട്ടു. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു അവബോധം ഉണ്ടായി. ജനങ്ങൾ വളരെ അലർട്ടായി. ജനങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഗോവിന്ദചാമിയെ കണ്ടു. സ്ത്രീകളടക്കമുള്ള ആളുകൾ അവർ ബഹളം വെച്ചു. ആ സമയത്ത് അവർ ഓടി. ആ ഓടിയ സമയത്ത് കുറ്റിക്കാട്ടിൽ കയറി അവിടെ ഒരു കിണറിൽ വീണു. ആ കിണറിൽ നിന്നാണല്ലോ പോലീസ് പിടിക്കുന്നത്. അപ്പം പോലീസിന്റെ ക്രെഡിറ്റ് ആയിട്ട് ഇത് പറയാൻ പറ്റുമോ? ഭരണകൂടത്തിൻ്റെ തകർച്ചയാണ് നമ്മളിതിലൂടെ കാണുന്നത്. ഭരണകൂടത്തിൻ്റെ തകർച്ചയാണ്. എല്ലാ മേഖലകളും തകർന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂടത്തിൻ്റെ തകർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ ഭയവിഹ്വലരാണ്. ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ ഏത് സമയവും ജയിലിൽ നിന്ന് ചാടുമെന്ന രീതിയിൽ ജനങ്ങൾ ഭയവിഹ്വലരാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഗോവിന്ദചാമിക്ക് എങ്ങനെ പ്രത്യേക പരിഗണന ലഭിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ജയിൽ ചട്ടപ്രകാരം മുടി നീട്ടാൻ പാടില്ല,
താടി വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുണ്ട്, നിബന്ധനകൾ ഉണ്ട്. മാത്രമല്ല ജയിൽ വസ്ത്രങ്ങൾ ധരിക്കണം. ഗോവിന്ദചാമി ഇവിടുന്ന് പുറത്തേക്ക് പോയപ്പോൾ ഇട്ടത് കണ്ണൂർ പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് കറുപ്പ് ഷർട്ടും കറുപ്പ് പാൻസും ധരിച്ചാണ് പോയതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ജയിലിനകത്ത് ധരിക്കാൻ എങ്ങനെ ഇദ്ദേഹത്തിന് അനുമതി കിട്ടി? എന്തിനാണ് അങ്ങനെ ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുത്തത്? ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ? ഇതിനകത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നില്ലല്ലോ. ഇതിനകത്ത് ഒരുപടി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗോവിന്ദചാമിക്ക് ഉള്ള എല്ലാത്തിനൊരു പ്രോവൈസോ ക്ലോസ് ഒക്കെ ഉണ്ടാവും. താടി വെക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ബ്ലേഡ് അലർജി ആണെങ്കിൽ താടി വെടിക്കാൻ പറ്റില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭാഗത്ത് വേറെ വരും. അവർ വന്നിട്ട് താടി ബ്ലേഡ് അലർജി ഉള്ള ആളെ കൊണ്ട് താടി വെടിപ്പിച്ചു, ജയിലിൽ ക്രൂരമർദ്ദനം തുടങ്ങിയിട്ടുള്ള ആഖ്യാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ വേറെ വരും. അതൊക്കെ ആ രൂപത്തിൽ കാണാം. പക്ഷേ ഈ പറയുന്ന രൂപത്തിൽ സുന്ദരനുമായിട്ടുള്ള ഗോവിന്ദചാമിയൊക്കെ നമ്മൾ കണ്ടതല്ലേ? അന്നൊന്നും ഈ അലർജി ഉണ്ടായിരുന്നില്ലേ? അല്ല, അലർജിയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വരാം, അതൊക്കെ വരും. അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ കാര്യമില്ല. അതിപ്പോൾ പെട്ടെന്ന് തുമ്മൽ വരുന്നത് അലർജി അല്ലേ? ആ അലർജി അത് ആർക്കും വരും. അതല്ല, അത് ഞാൻ ന്യായീകരിക്കാൻ പറയുന്നതല്ല, ഞാൻ ന്യായീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നതല്ല. അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ അവർക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യത, ഒരു പ്രോവൈസോ ക്ലോസ് ഒക്കെ അതിനകത്തുണ്ട്. പക്ഷെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഈ ജയിലിൽ നിന്നും നേരത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പോയവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അവിടെ ഉണ്ടായി, അത് കൂട്ടിക്കെട്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് തികച്ചും അനാസ്ഥ എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നീട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കേട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. റിപ്പയർ സമയത്ത് ആ റിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് മറന്നുപോയ ബ്ലാക്സോ ബ്ലേഡ് ആണ് ഉപയോഗിച്ചത്. അതിപ്പോൾ ഗോവിന്ദചാമി കിടക്കുന്ന അതേ സെല്ലിൽ തന്നെ ഈ ആക്സോ ബ്ലേഡ് വെച്ച് മറന്നു പോവുക എന്ന ഒരു കർമ്മമുണ്ടല്ലോ. അതൊക്കെ ഒരു സാധാരണഗതിയിൽ ഒരു ജനങ്ങൾക്ക് പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരു വിഷയങ്ങളൊന്നുമല്ല. പക്ഷേ അതിനെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അതിനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. അതിനെ പക്ഷേ ആ അവകാശത്തെ നിഷേധിക്കുന്നില്ല, ആ പരാമർശത്തെ ഞാൻ നിഷേധിക്കുകയാണ്. അതിനകത്ത് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പ്രത്യേക സവിശേഷത, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയം പറഞ്ഞത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ, കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM-മാർക്ക് അവരുടെ സെക്കൻഡ് ഹോമാണ്. അല്ല, അതൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് അറിയോ? എല്ലാവരെയും കൂട്ടിയിട്ടുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് വേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ മാത്രമായി അതിനെ ഓഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടിങ്ങിന് വാങ്ങുന്നതിന് പകരം എല്ലാ ആളുകളും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഈ സംവിധാനത്തിൽ ഉണ്ടായാൽ കുറേയൊക്കെ പരിഹരിക്കാൻ കഴിയും. എല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നീട് സെൻട്രൽ ജയിലുകൾ പോലെയുള്ള കുറേ സ്ഥലങ്ങൾ, കുറച്ച് 2-3 തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ ആയിട്ട് സെൻട്രൽ ജയിലുകളുണ്ടല്ലോ, അത് കുറച്ചുകൂടി സുരക്ഷാപരമായി ഒരു ഹൈ വോൾട്ടേജിൽ സൂക്ഷിക്കേണ്ടുന്ന പ്രദേശങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെയൊക്കെ സ്ഥിരം ജീവനക്കാരുണ്ടാവുകയും താൽക്കാലിക ജീവനക്കാരെ വെച്ച് കൈകാര്യം ചെയ്യുന്നത് അവരുടെ കമ്മിറ്റ്മെൻറ്റ് ആ 6 മാസത്തേക്കോ അല്ലെങ്കിൽ അവരെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന ആളുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നത്തെ പൊതുസമൂഹത്തിലുണ്ട് എന്നത് ഒരു വസ്തുതയാണല്ലോ. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലെങ്കിലും ഈ പറയുന്ന പോലെ സ്ഥിരം ജീവനക്കാർ വേണം. ആ ജീവനക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം. അവർ സോഷ്യൽ ഓഡിറ്റിങ്ങിനും കൂടി വിധേയമായിരിക്കണം. ജയിൽ ഉപദേശക സമിതി കൂടെ മാത്രമല്ല, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായി ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിന് വേണ്ടുന്ന നിയമപരമായ ഭേദഗതികളാണ് കൊണ്ടുവരുന്നത്. അത് ജയിലിൻ്റെ കാര്യത്തിൽ മാത്രം പോരാ, PWDയുടെ പ്രവൃത്തികളെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ അറിയാം. PWD എന്തിന് സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അധ്യാപകന്മാർ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നുണ്ടോ, അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു തുടങ്ങിയിട്ട് എല്ലാ മേഖലകളിലും ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അതിനകത്ത് പകപോക്കലും അതല്ലെങ്കിൽ ഒക്കെ വന്നേക്കാം. പക്ഷേ എന്നിരുന്നാലും ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. ഗോവിന്ദചാമിയുടെ ഇന്നത്തെ അതെങ്കിൽ ചാർലി തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജയിൽ ചാട്ടത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ നിയമത്തിൻ്റെ മുന്നിൽ വരണം, അവരെ കൊണ്ടുവരണം.
നിയമപരമായി മാതൃകാപരമായും ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. കാരണം അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉള്ള ഏറ്റവും വലിയ നാണം കെട്ട ഒരു നടപടിയായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, എന്തായാലും ഉചിതമായ ഒരു ശിക്ഷ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം സമാനമായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് നേരത്തെ അഡ്വക്കേറ്റ് പ്രമോദ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ശ്രീ PM സുരേഷ് ബാബു. യെസ്, ശ്രീ RK കൃഷ്ണകുമാർ, എന്തായിരിക്കും ഇനി തുടർ നടപടികൾ? ഇപ്പോൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. അതിലൊരു പരിഹാരം ഉണ്ടാകുമെന്നൊന്നും കരുതുന്നില്ല. പക്ഷേ എങ്കിലും ഇത്രയും വലിയൊരു ലാപ്സ്, ഒരു വീഴ്ച ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. നേരത്തെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറഞ്ഞ പോലെ ഇതിൽ കുറ്റക്കാരായവർക്ക് ഉചിതമായ ശിക്ഷയൊക്കെ കൊടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ സൊസൈറ്റി തന്നെ രണ്ട് കാറ്റഗറിയാണ് ഇന്നിപ്പോൾ ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ കാണുന്നത്. ഓക്കെ, ഒന്ന് ഒരു ഇൻഫ്ലുവൻഷ്യൽ കാറ്റഗറി, രണ്ടാമത്തെ സംഗതി നമ്മുടെ കോമൺ മാൻ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ചെയ്യേണ്ട ബോബി ചെമ്മണ്ണൂരിനെ കാണുന്നു, യാതൊരു കുഴപ്പമില്ല, സുഖമായിട്ട് പോകണം. മറുവശം നോക്കൂ, സാധാരണ മനുഷ്യൻ എന്തോരം നിന്നിട്ട് വേണം ഒരു ഓർഡിനറി ഒരു ക്രൈം ചെയ്ത ഒരാൾ കുറച്ച് ദിവസത്തേക്ക് കിടക്കണമെന്ന് അവരെ കാണാനായിട്ട്. ഈ ഡിഫറൻഷിയേഷൻ തന്നെ ഇതിൻ്റെ മേജർ വേറൊരു ഡയമെൻഷനിൽ നമ്മൾ നോക്കൂ. നമ്മുടെ പോലീസ് പല സ്ഥലങ്ങളിലും ഒന്നുകിൽ രണ്ട് എക്സ്ട്രീംസിലാണ് അവർ ചെയ്യുന്നത്. ഒന്ന് എന്താ പറയുക, എനിക്ക് മുഖ്യമന്ത്രിയുടെ നമ്മുടെ വണ്ടി തടഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ, അന്ന് പറഞ്ഞു അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ അതെ, ജീവൻ രക്ഷാപ്രവർത്തനം. ഞാനിത് പറയുമ്പോൾ പൊളിറ്റിക്സ് പറയാമെന്ന് പറയാം, അതല്ല ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്ഭവൻ എല്ലാവരും ബഹുമാനിക്കുന്ന സ്ഥലമാണ്. എന്ത് ഇഷ്യൂ ആണെങ്കിലും ആയിക്കോട്ടെ, അവിടെ എത്ര അവരുടെ കൺഫ്യൂഷനൊന്നും ആലോചിച്ച് നോക്കും. എന്ത് ചെയ്യണം പോലീസ്? ഇവരെ തടയാൻ പറ്റൂ? അവരെ അസിസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ അവർ പോയിരിക്കുന്നു. പോലീസിനെ ഒരിക്കലും നിർവീര്യരാക്കരുത്. നമ്മൾ നിർവീര്യരാക്കരുത്. ശരിക്കും ഗോവിന്ദസ്വാമിമാരെ അല്ല പോലീസിന് ഭയം. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ വയ്ക്കാൻ സൊല്യൂഷൻ കണ്ട ഒരു സംഗതിയാണ്. ഗോവിന്ദസ്വാമിമാർ ക്രിമിനൽസിനെ ഭയമില്ല അവിടെ പോലീസുകാർക്ക്. പോലീസുകാർക്ക് അവിടുത്തെ പ്രിസൺ അവർക്ക് ഇതുള്ളത് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ തന്നെയാണ്, പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇത്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു രീതി മാറുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ലാപ്സസ് വരുന്നതും ഗോവിന്ദസ്വാമി അവർ രക്ഷപ്പെടുന്നതും ഉള്ളിൽ നിന്ന് മൊബൈൽ പിടിക്കേണ്ടി വരുന്നതും പിന്നെ ഈ പിടിച്ചയാളെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നതും. അതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാത്ത ആൾക്കാർ നല്ല ക്വാളിറ്റി നമ്മുടെ ഇലക്ട്രോണിക്സ് സർവൈലൻസ് ക്യാമറാസ് കൊടുക്കാണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് പോകും. ക്യാമറ മേടിച്ചു, കുറേ പൈസ ഇളവാക്കി, അതങ്ങ് പോയി. എത്രയോ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതാണ് ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് മുഴുവൻ വലിയ ഫെയിലിയർ ആവുന്നത്, വലിയ പൈസ ഇൻവോൾവ് ചെയ്തിട്ട്. അത് എല്ലാ ഏരിയാസിലും നമ്മൾ കാണുന്നു. ഇതിലൊക്കെ നമ്മൾ ക്വാളിറ്റി രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും വരേണ്ട കാലം അതിക്രമിച്ചു. ഇന്ന് അങ്ങനെയാണ്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ഇന്ന് ക്വാളിറ്റിയെ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പോലീസുകാർക്ക് ഒന്ന് വെൽഫെയർ നോക്കണം, ആരുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ. രണ്ട്, ഇതുപോലെ അവരുടെ ഡ്യൂട്ടി ചെയ്യണം. പിന്നെ വേറൊരു സംഗതി, സ്വയം രക്ഷയില്ലേ ഇവർക്ക്? സ്വയം രക്ഷ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വയം രക്ഷ നോക്കുന്ന അവരുടെ ഒരു സസ്പെൻഷൻ കിട്ടിയാൽ കുഴപ്പമില്ല, എന്നാലും ചില കാര്യങ്ങൾ കണ്ണടച്ചേക്കാം. കണ്ണടച്ച് ആ എക്സ്റ്റെൻറ്റ് വരുമ്പോൾ മാത്രമേ അവരിങ്ങനെ പോകുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഐ ആം ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, സോ ഐ ക്യാൻ ഡു എനിത്തിങ്. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ സർവൈവ്. മിക്കവാറും അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾ റിപ്പോർട്ട് കൊടുത്തു, സസ്പെൻഡ് ചെയ്തു, പക്ഷേ എല്ലാവരും ഒരു 3 മാസം കഴിയുമ്പോൾ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെട്ടു. നോ ഫർദർ ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ ഇൻ എനി ഇൻസ്റ്റൻസസ് ഓഫ് കറപ്ഷൻ, ഇറഗുലാരിറ്റി ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ. അഡ്വക്കേറ്റ് പ്രമോദ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 1 മിനിറ്റ് പോലും ഇല്ല, പെട്ടെന്ന് പറയാം. ഇതിലൊറ്റ കാര്യം പറയുന്നു, ഏതൊരു സംഘടനയിലും ഈ പറയുന്ന പോലീസ് അസോസിയേഷൻ ആയാലും ജയിൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആയാലും രാഷ്ട്രീയം അതിൽ നിന്ന് എടുത്തു മാറ്റണം. ഇവർക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഇവർക്ക് അസോസിയേഷൻ ഇലക്ഷൻ പോലും രാഷ്ട്രീയ ബേസാണ്. അത് എടുത്തു കളഞ്ഞാൽ, ഇപ്പോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ തന്നെ അത് എടുത്തു മാറ്റണം. അല്ലാതെ ഇതൊന്നും നന്നാവില്ല. കാരണം
ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കണ്ണൂർ ജയിലിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ 1 മാസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കും. ആ ഒരു ഉറപ്പുതാണ് അപ്പുറത്ത്. ഈ പരിപാടികൾ നിർത്തണം. പിന്നെ ഇവിടെ ഏറ്റവും സങ്കടകരമായ ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനകൾ, അദ്ദേഹം ബെറ്റർ വായടച്ചിരിക്കുക നല്ലത്. കാരണം അദ്ദേഹമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്തത്. സ്ത്രീകളെ ഉപദ്രവിച്ച ഒരാളെ പോയത് ചിരിച്ചുകൊണ്ട് ലാഘവത്തോട് പറയണ്, അത് ചാടി വീഴ്ച പറ്റി തിരിച്ചു കിട്ടിയില്ലേന്ന്. അദ്ദേഹത്തെ പോലെയുള്ളവരാണ് ഈ സംഭവം കൂടുതൽ വഷളാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ നടപടി, മറ്റേ സാറ് പറഞ്ഞ പോലെ കൃത്യമായ നടപടി എടുക്കാനുള്ള ആർജവമാണ് മുഖ്യമന്ത്രി കാണിക്കേണ്ടത്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു സ്പോൺസേഡ് ജയിൽ ചാട്ടമാണ് എന്ന് നിസ്സംശയം പറയാം. ഷെറിനും ചാർലിക്കും കുടപിടിക്കുന്ന പിണറായിയുടെ ജയിൽ വകുപ്പിൽ നിന്നും സമാനമായ സംഭവങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പേക്ഷ.